നമസ്കാരം. സ്ത്രീ എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാ കാലത്തും സംരക്ഷണം ആവശ്യമുള്ളതാണ് നമ്മുടെ ചർമ്മം. ഇന്ന് ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് പറയുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് ദ മിറർ ബ്യൂട്ടി പാർലർ നടത്തുന്ന ഗംഗ ജയകുമാറാണ്. ഗംഗ, സ്വാഗതം. എല്ലാ കാലത്തും, അതായത് ഇപ്പം മഞ്ഞുകാലമായാലും നല്ല ചൂടുള്ള കാലമായാലും മഴക്കാലമായാലും എപ്പോഴും ഒരു സംരക്ഷണം വേണ്ടുന്ന ഒരു അവയവമാണ് ശരിക്കും സ്കിൻ. ഇപ്പം മഞ്ഞുകാലം മാറി, മഞ്ഞിൻ്റെയോടൊപ്പം തന്നെ ചൂടും രാത്രിയായ മഞ്ഞും ഇങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചർമ്മ സംരക്ഷണത്തിൻ്റെ എന്താ പറയുക, എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഈ കാലത്ത്? ശരിക്കും തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഒരേപോലെ ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. ഇപ്പം മഞ്ഞുകാലത്ത് ഇപ്പോൾ കൂടുതൽ വേണം, കാരണം മഞ്ഞുകാലം എന്ന് പറയുന്നത് ഈ തണുപ്പുള്ള കാലം എന്ന് പറയുന്നത് നമുക്ക് സ്കിൻ ഒരുപാട് ഡ്രൈ ആകുന്ന സമയമാണ്. ഒരു ഇങ്ങനെ വെടിച്ച് കീറിയൊക്കെ സ്കിന്നിലൊക്കെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ അതേപോലെ തന്നെയാണ് ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റിലും. അപ്പൊ നമ്മൾ എല്ലാ കാലവും ഒരേപോലെ കൊണ്ടുപോകണം. അതിനനുസരിച്ച് വേണം. ഇതെന്താന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാം അറിയാം, എന്നാ ഒന്നും അറിഞ്ഞുകൂടാന്നുള്ള ഒരു ചെയ്യുമില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലെൻസിങ് ആർക്കും അത്ര പ്രോപ്പറായിട്ട് ചെയ്യില്ല. നമുക്ക് എല്ലാ കാലത്തും ക്ലെൻസിങ് അത് അറിഞ്ഞിരിക്കണം. ക്ലെൻസിങ്ങിന് ഒരു രീതിയുണ്ട്, അത് എങ്ങനെ ചെയ്യണമെന്നും അതൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പൊ എല്ലാ കുട്ടികളും പുറത്തു പോകുമ്പോഴായാലും, കുട്ടികളായാലും ഓഫീസിൽ പോകുന്നവരായാലും മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എന്ന് വെച്ചാൽ എപ്പോൾ പുറത്തു പോയാലും പോയിട്ട് തിരിച്ചു വന്ന ഉടനെ പ്രോപ്പറായിട്ട് ക്ലെൻസിങ് മസ്റ്റാണ്. അതിനെന്തെങ്കിലും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലെൻസിങ് ക്രീം, അതല്ല നമുക്ക് നാച്ചുറൽ ആയിട്ടാണെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാം, ആപ്പിൾ ജ്യൂസ് ഉപയോഗിക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ നമുക്ക് കുക്കുംബർ ജ്യൂസ് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഈ പ്രോപ്പറായിട്ട് കുറച്ച് ഓയിലി സ്കിൻ ആണെങ്കിൽ 2-3 പ്രാവശ്യം ക്ലെൻസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ക്ലെൻസിങ് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ കടലമാവ് പറ്റില്ലോ, കുറച്ച് അല്ലെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആവും. ഡ്രൈ സ്കിൻ അല്ല ഞാൻ പറഞ്ഞ പൊതുവെ. പക്ഷെ കടലമാവ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കടലമാവ് എടുത്ത് അത് ചിലപ്പോൾ ചിലവർക്ക് പിടിക്കില്ല, ചിലവർക്ക് അത് ചൊറിച്ചിൽ വരും. നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ക്ലെൻസ്, അത് എനിക്ക് തോന്നുന്നു അതിനേക്കാളും നന്നായി എളുപ്പം ഇവർ ഈ ചെയ്യുന്നതിനേക്കാളും ഒരു ക്ലെൻസിങ് ലോഷൻ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കുന്നതാണ്. അതുപോലെ തന്നെ കണ്ണിന് നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന സമയത്ത് ഒരു സാധാരണ കോട്ടണിലെടുത്ത് തുടയ്ക്കും. അത് തന്നെ ആ കോട്ടൺ വെച്ച് തന്നെ നമ്മുടെ കണ്ണിന്റെ ഏരിയയും തുടയ്ക്കുന്നവരാണ്. നമ്മൾ മെനക്കെടത്തില്ല, മാറ്റാനൊന്നും ശ്രമിക്കും. എപ്പോഴും കണ്ണിന് നമ്മൾ ആ കണ്ണിനുള്ള ക്ലെൻസർ കിട്ടും. അത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അത് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വേണം നമ്മൾ പുറത്ത് പോയിട്ട് വന്നാലും മോയിസ്ചറൈസർ എന്തെങ്കിലും ഉപയോഗിക്കണം. അതെ, കൂടുതലും രാവിലെ നമ്മൾ മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നവര് ചിലപ്പോൾ ഒരുപാട് ഇപ്പൊ ഭയങ്കര ചൂടല്ലേ, അപ്പൊ ഈ ചൂടത്ത് നമ്മൾ പോകുമ്പോൾ എന്തായാലും അത് സ്കിന്നിലെ ഒരു ഡാർക്ക് ഇത് വരാൻ, കാരണം എണ്ണമയം ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് രാവിലെ നമ്മൾ കുളിച്ച് ക്ലെൻസർ ഉപയോഗിക്കുന്ന ഒന്നുകൂടെ നല്ല, സോപ്പിന്റെ ഉപയോഗം നിർത്തുന്നതാണ് ഈ ക്ലൈമറ്റിലെല്ലാം നല്ലത്. ശരി, അപ്പോൾ സോപ്പ് ഉപയോഗം പാടില്ല, ക്ലെൻസർ ആണ് നല്ലത്. പൊടി എന്ന് പറഞ്ഞപ്പോൾ ഡ്രൈ ക്ലൈമറ്റ് ആകുന്ന സമയത്ത് ഭയങ്കര പൊടിയാണ്, നമുക്ക് അതൊക്കെ ശരിക്കും നമ്മുടെ ഈ പോസ് ഓപ്പൺ ആയിട്ട് നമ്മുടെ അപ്പൊ അതുകൊണ്ട് നമ്മൾ അധികം സോപ്പ് ഉപയോഗിക്കാതെ ക്ലെൻസിങ് ഇത് ഉപയോഗിച്ചിട്ട് അത് വെച്ച് തുടച്ചാൽ നമുക്ക് ഡീപ്പ് ക്ലെൻസിങ് നടക്കും. അതല്ല ക്ലെൻസിങ് ഇപ്പൊ പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണ്, ഇപ്പൊ മേക്കപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒത്തിരി തിളച്ച വെള്ളം എടുക്കരുത്, ലൂക്ക് വാം വാട്ടറിൽ ഒന്ന് മുഖം കഴിയുമ്പോൾ ബോസ് ഒന്ന് ഓപ്പൺ ആയിട്ട് ഈ ക്ലെൻസർ ഉപയോഗിച്ച് തുടയ്ക്കുമ്പോൾ ഡീപ്പ് ക്ലെൻസിങ് അത് ക്ലീൻ ആകുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോ വരും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വേണം നമ്മളിപ്പോൾ ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം ചെയ്യുന്നതാണെങ്കിൽ തന്നെ അതിന്റെ ഗുണം, അപ്പം നല്ല രീതിയിൽ നമുക്കത് ഗുണം ചെയ്യും. അപ്പൊ അതിന്റെ കൂടെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനെല്ലാം പുറകിലൊരു ഭക്ഷണ രീതിയുണ്ട്, വെള്ളം കുടിക്കുന്ന രീതിയുണ്ട്, അതൊക്കെ എക്സസൈസ് ഉണ്ട്, പിന്നെ അതൊക്കെ മസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ എല്ലാം കൂടെ നോക്കിയാലേ നമുക്ക് സ്കിൻ എന്നും ഗ്ലോ കൊണ്ടുപോകാൻ പറ്റും. ചിലരുടെ ഭയങ്കര പരാതിയാണ്, അയ്യോ എനിക്ക് മാത്രം ഇങ്ങനെ ഗ്ലോ വരുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ വരുന്ന. ഇതെന്താന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ജീവിത രീതിയും ആഹാര രീതി എല്ലാം ഉണ്ട്. നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമുക്ക് വേണ്ടിയാണ്, നമ്മളിത് നന്നായി ഇരിക്കണം എന്നൊരു ചിന്ത വന്നാൽ നമ്മളിത് പ്രോപ്പറായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതൊരു ദിനചര്യ പോലെ നമുക്കിപ്പോ ഒരു നേരത്തെ ഒരു 15 മിനിറ്റ് നേരത്തെ എണീക്കാം. നമ്മുടെ കാര്യത്തിൽ നമ്മളല്ല
അല്ലാതെ വേറൊരാൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾക്ക് എന്നും അത് നമുക്കുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടും അല്ലേ. അതുകൊണ്ട് എനിക്ക് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പൊ രാവിലെ എണീറ്റു ക്ലെൻസർ ഇട്ട് നല്ലോണം ഒന്ന് മുഖം കഴുകി മോയ്സ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജോലിയെല്ലാം ചെയ്തിട്ട് പിന്നെ കുളിയും കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മോയ്സ്ചറൈസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് പിന്നെ അത് പുറത്ത് മേക്കപ്പ് ചെയ്യുന്നവർക്കാണ് മേക്കപ്പ് ചെയ്യാം, മേക്കപ്പ് ചെയ്ത് പോകാം. പിന്നെ ഓവർ മേക്കപ്പ് ചില ക്ലൈമറ്റിൽ ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അതിന് ഇത് അതുപോലെ ഈ സ്കിന്ന് ബ്രീത്ത് ചെയ്യണം അല്ലേ, അതിനുള്ള അവസരം കൊടുക്കണം. അത് മാത്രമല്ല തിരിച്ചു വന്നാൽ തന്നെ നമ്മൾ ഈ തുടയ്ക്കണം എന്ന് പറയുന്നത് നമ്മുടെ എന്തായാലും നമ്മുടെ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ കുറെ കെമിക്കലാണ്. അപ്പൊ ആ കെമിക്കലിന്റെ അംശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കളയണം. അത് നമ്മൾ ഇത്രയും അതല്ലേ ഒരു ദിവസം മൊത്തം ഇരിക്കുന്നത് തന്നെ നമുക്ക് ചുളിവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതല്ല ഇപ്പൊ ഒരുപാട് മേക്കപ്പ് ഉപയോഗിക്കാത്തവർക്കാണെങ്കിൽ ടാൽക്കം പൗഡർ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ സൺസ്ക്രീൻ ലോഷൻ നന്നായിട്ട് ഉപയോഗിക്കുന്നത്. അത് സൺസ്ക്രീൻ ലോഷൻ നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ സൺസ്ക്രീൻ ലോഷന്റെ ഇടയ്ക്ക് കാരണം പലരും ഈ 15-30 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കണക്ക് പറയില്ലേ. അപ്പൊ നമ്മുടെ ഈ ഇവിടുത്തെ ക്ലൈമറ്റിനാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ശരിക്കും നമുക്ക് 13 മുകളിലോട്ട് പോകുന്നതാണ് നല്ലത്. 50 ഒക്കെ വരെ പോകുന്നതാണ് നല്ലത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നതും എനിക്ക് പലപ്പോഴും എല്ലാവർക്കും അറിയായിരിക്കാം, ഈ എവറി 2 hours നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ ഈ നമ്മൾ പുറത്തു പോകുന്നതിന്റെ അരമണിക്കൂർ മുമ്പേ ആയിരിക്കും നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്ത് ഒരു 2 hours കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റ് അപ്പൊ അത് നമുക്ക് പിന്നെ നമ്മൾ അടുത്ത് അപ്ലൈ ചെയ്യണം. അപ്പൊ നമ്മളൊരു ജോലി കോളേജിൽ പോവാണെങ്കിലും ഓഫീസിൽ പോവാണെങ്കിലും അതിനൊരു ബാഗിൽ അത് കരുതി ജസ്റ്റ് അപ്പൊ തന്നെ അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ എഫക്റ്റ് നന്നായിട്ട് ഇത് പരാതി സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ചാൽ ഒരു എഫക്റ്റ്. അതുകൊണ്ട് ഇതാണ് കാര്യം. കാരണം നമ്മളിപ്പോ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് എന്ത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടതെന്നും കൂടി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൺ ടാൻ ഉണ്ടാകുന്ന പ്രശ്നവും നമുക്ക് അവോയ്ഡ് ചെയ്യാം. അത് തന്നെ പിന്നെ ഉപയോഗിക്കാവുന്നത് ചിലർ ഇപ്പൊ എത്രയായാലും ചില സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പൊ നല്ലോണം മോയ്സ്ചറൈസർ കുളി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ദേഹത്തൊക്കെ മോയ്സ്ചറൈസർ ഇടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ചിലവർക്കുണ്ട് ഈ ഒരുപാട് സ്വെറ്റ് ചെയ്യും അല്ലെ, സ്വെറ്റ് ചെയ്യുമ്പോൾ ഒരു വിയർപ്പ് നാറ്റവും ഒക്കെ വരുന്നുണ്ട്. അവർക്ക് ഈ റോസാപ്പൂ ഇല്ലേ, റോസാപ്പൂ അരച്ച് ഇത്തിരി പാലിൽ മിക്സ് ചെയ്ത് ദേഹത്ത് തേച്ച് കുളിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു നമുക്കൊരു നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. റോസാപ്പൂവിന് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അത് നല്ല കൂളിംഗ് എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ ഒരു സ്മെല്ല് ചിലർക്കുണ്ട് എത്രയല്ല ചില ശരീരത്തിന്റെ ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങളാണ്, അതൊക്കെ നല്ലോണം അവോയ്ഡ് ചെയ്യാൻ പറ്റും. റോസ് എസൻസ് ഉണ്ടല്ലോ, അത് മതി. എസൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും നമുക്ക് നാച്ചുറൽ ആയിട്ട് സാധനങ്ങൾ കിട്ടാത്തവർക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല ഒരു അവസ്ഥ വരുന്നില്ലല്ലോ, എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നില്ല. സൂക്ഷിച്ച് അരച്ചു വെച്ചാൽ കുറച്ച് മെനക്കെടാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. അതുപോലെ തന്നെ നാരങ്ങാ നീര് കുറച്ച് ഒഴിച്ച് കുളിക്കുന്നത് നല്ലതാ. അതുപോലെ ഡ്രൈ സ്കിന്നുകാര് ഒലിവ് ഓയിൽ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ഒഴിച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ ആ ഒലിവ് ഓയിലിന് ഒരു മോയ്സ്ചർ നിർത്താനുള്ള ഒരു ഇതാണ്. അതല്ല നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലേ പെട്ടെന്ന് ചിലപ്പോൾ വെയിലത്ത് ഇറങ്ങുമ്പോൾ കറുപ്പ്. ഇത് അങ്ങനെയല്ലല്ലോ, വെള്ളത്തിൽ ചോദിക്കാൻ വരികയാണ്. കാരണം പലപ്പോഴും ഒലിവ് ഓയിൽ ഉപയോഗിക്കാൻ പറയും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ക്ലൈമറ്റിന്റെ ആണോ എനിക്ക് അങ്ങനെ പൊതുവെ നമ്മുടെ ചൂട് ഡാർക്ക് ആവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് വളരെ കഴിവതും ഞാൻ പറയുന്നത് വെയിൽ കഴിവതും കൊള്ളരുത്. കാരണം ഫുൾ സ്ലീവ് ഇടുക, ഗ്ലൗസ് വല്ലതും ഉപയോഗിക്കുക, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അന്ന് ചിലരുടെ കൊണ്ട് നടക്കില്ല. അപ്പൊ കുട ഉപയോഗിക്കുക, കുട ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല. അപ്പൊ ശരിക്കും പറഞ്ഞ ഈ സ്ത്രീകളിൽ കൂടുതൽ ഈ കൈ നന്നായിട്ട് നോക്കണം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഈ വണ്ടി ഓടിക്കുന്ന ഒരു ഇതാണ്. ഈ ടൂ വീലറിൽ ഉപയോഗിക്കുമ്പോൾ ഇവർ ഈ കൈക്കൊന്നും ഒരു ശ്രദ്ധ കൊടുക്കുകയില്ല. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ടാനായി അതിനെ സ്കിന്നിന് പല പ്രശ്നങ്ങൾ വന്ന് പിന്നെ കൈ പുറത്ത് കാണിക്കാൻ അവസ്ഥയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. കാരണം എക്സ്പ്രസ് ചെയ്യാനൊക്കെ നമ്മൾ ഏറ്റവും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ശരിക്കും ഗ്ലൗസുകൾ അങ്ങനെ എന്തെങ്കിലും സൺസ്ക്രീൻ നല്ല കട്ടിങ് അത് ചില ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അവിടുന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ സ്കിന്നിനനുസരിച്ചുള്ളത് കണ്ട് അത് നന്നായിട്ട് ഉപയോഗിക്കണം. കൈ പുറത്തു പോകുമ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ഉടനെ തന്നെ എന്തെങ്കിലും ഇച്ചിരി തൈരും കടലമാവും ഒക്കെ ഇട്ടൊന്ന് പാക്ക് വെച്ച് മസാജ് ചെയ്താൽ ആ ടാനൊരു കുറവ് വരും. അതുപോലെ തന്നെയാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് അലോവേര, കറ്റാർവാഴ. ഈ കറ്റാർവാഴയുടെ ഗുണം വേറെ ഒന്നിനുമില്ല. പലപ്പോഴും പലരുടെ സ്കിന്നിലും ഈ പിഗ്മെന്റേഷനും ഇതെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പിഗ്മെന്റേഷൻ ഒക്കെ മാറാൻ ഏറ്റവും ബെസ്റ്റ് ആണ് അലോവേര.
അപ്പൊ അലോവേറ ഇപ്പൊ നമ്മള് അലോവേറ വാങ്ങിച്ചിട്ട് അതിന്റെ അകത്തുള്ള ജെല്ലാണല്ലോ എടുക്കുന്നത്. എന്തിനു വാങ്ങിക്കാൻ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന എല്ലാ വീട്ടിലും അത് പിന്നെ ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു സാധനമാണ്. അപ്പം നമ്മുടെ കറ്റാർവാഴ ഒരു ചട്ടിയിൽ ഒരിടത്ത് ഇരിക്കുന്നത് ആ ദിവസം നമ്മുടെ ബാക്കിയുള്ള ബോഡിക്കും നല്ലതായിരിക്കും. ഈ കറ്റാർവാഴയുടെ ഇതിൽ പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞത്, ഈ ബേൺസിന് സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അടുക്കളയിൽ സ്ത്രീകൾ ഇത് ചെയ്യുമ്പോൾ ഏറ്റവും കുക്കിങ്ങിലൊക്കെ സമയത്ത് പറ്റുന്നതാണ് ബേൺസ്, മുറിവ് ഇങ്ങനെ പൊള്ളൽ വെക്കുമ്പോൾ ഏറ്റവും നല്ലൊരു സാധനമാണ്. നല്ല ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ അല്ലേ, മുടിക്കും നമ്മുടെ സ്കിന്നിനും ഏറ്റവും ഗുണം ചെയ്യും. സ്കിന്നിൽ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ചേർത്ത് കാരണം എന്താ വെച്ചാൽ ഇതിനൊരു ഇച്ചിങ് ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് പാല്, നമ്മുടെ ഓരോരുത്തരുടെ സ്കിൻ അനുസരിച്ച് ചിലപ്പോൾ ഓയിലി ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു ഓറഞ്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. ഇപ്പോൾ ഓറഞ്ച് ജ്യൂസൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയില്ലെന്ന് വരും. വെള്ളരിക്ക, എന്തായാലും വെള്ളരിക്ക ഇല്ലാത്ത വീടുകൾ കാണത്തില്ല. അപ്പൊ വെള്ളരിക്കയുടെ ജ്യൂസോ എല്ലാം ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത, അല്ലെങ്കിൽ പാല്, ഇതാണ് പാലാണെങ്കിൽ ഒരുമാതിരി എല്ലാ സ്കിന്നിനും ചേരും. അതുപോലെ തന്നെ ഈ പിഗ്മെന്റേഷൻ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ പലയിടത്തും ചെന്ന് ലേസറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഓരോരുത്തർ അതിനെ കുറയ്ക്കാൻ നോക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താലും ഇപ്പൊ ലേസർ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്താലും ഇത് കുറയുന്നത് വളരെ കുറച്ച് കാലങ്ങളിലാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് 2 ലെയറാണ്. അതിന്റെ ഡീപ്പ് താഴത്തെ ലെയർ നമ്മുടെ പിഗ്മെന്റേഷൻ വന്നാണ് അത് പുറത്തോട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് വേണം, നമുക്കത് ഡീപ്പായിട്ട് ആ റൂട്ട് നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റി കൊണ്ടുവന്ന് വേണം മുകളിലത്തെ മാറ്റാം. അപ്പൊ സാധാരണ ലേസറൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരെനിക്ക് തോന്നുന്നു അവരുടെ പുറത്ത് മാത്രമേ ചെയ്യുള്ളൂ. അതിൽ നിന്ന് നമുക്ക് അവർ താഴോട്ടുണ്ട്. അപ്പം ലേസറിന് കുറ്റമല്ല പറയുന്നത്, എനിക്ക് താൽക്കാലികമായിട്ട് എനിക്ക് തോന്നുന്നു അത് മാറ്റാൻ പറ്റും. ഇപ്പൊ നമുക്കൊരു ഫംഗ്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിടത്ത് മാറ്റാൻ പറ്റും. ഇതേ സമയം ഈ കറ്റാർവാഴയ്ക്ക് അതിനുള്ളൊരു ഗുണമുണ്ട്. ഡീപ്പായിട്ട് അത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു 3 മാസം കൊണ്ട് സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് ഞാൻ ശരിക്കും ഞാൻ ഗ്യാരണ്ടി കൊടുക്കാം, അത് മാറിയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞ് ചെയ്ത് മാറിയവരുണ്ട്. ശരി, അതുകൊണ്ടാണ് അത്രയും ഗുണം ഞാനിത് അനുഭവിച്ച് ചെയ്ത് മാറി കണ്ടിട്ട് പറയുകയാണ്. അത് പക്ഷെ ആരും മെനക്കെടത്തില്ല. അതാണ്. അപ്പൊ ഇനിയിപ്പോ അതിനൊരു ഇത് പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ചെയ്യാമെങ്കിൽ ഒരുപാട് പേർക്ക് വരുമല്ലോ പിഗ്മെന്റേഷൻ. അപ്പൊ അത് മാറാൻ ഏറ്റവും നല്ല മരുന്ന്. നമ്മൾ ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഇതിന്റെ ജെൽ എടുക്കുക, പാലുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. പാലുമായിട്ട് മിക്സ് ചെയ്യണ്ട, അപ്പൊ എടുക്കുമ്പോൾ ഒരു 4 ദിവസം വരെയൊക്കെ സുഖമായിട്ട് ഇരിക്കും. ഇത് പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാനും പറ്റുന്ന സാധനം, പെട്ടെന്ന് വളർന്ന് കിട്ടുന്നതല്ല. അപ്പം നമുക്കൊരു ചട്ടിയിൽ വെച്ചാൽ തൽക്കാലം ഇപ്പൊ എവിടുന്നേലും വാങ്ങിച്ചിട്ട് ഇപ്പൊ 2 ഒരു ഇത് വാങ്ങിച്ച് സ്റ്റിക്ക് പോലെ വാങ്ങിച്ചിട്ട് നമുക്ക് കുറെ കാലം ഉപയോഗിക്കാം. എനിക്കൊന്ന് 5-10 ദിവസം 12 ദിവസമൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ വേറെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ടാൻ. ഇപ്പൊ ഒരു സൺ ടാൻ ഉണ്ടാകുന്ന ഒരു കുട്ടി റെഗുലറായിട്ട് ഇത് ഒരു കുറച്ച് തൈരോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് ഇതിൻ്റെ കൂടെ ഇട്ട് നോക്ക്, ആ ടാൻ നന്നായിട്ട് മാറും. ശരി, നല്ലൊരു അറിവാണ്. കാരണം കറ്റാർവാഴ പലതിനും ഉപയോഗിക്കും എന്ന് പറഞ്ഞാലും ഇത് നമ്മൾ അങ്ങനെ അത്ര ശ്രദ്ധിക്കാത്ത, നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് പറയുന്നത്. ഈ പല സ്കിന്നിനുണ്ടാകുന്ന പല പ്രോബ്ലംസും നമ്മുടെ വയറ്റിലുണ്ടാകുന്ന വയറിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇടയ്ക്ക് ഒരു ജ്യൂസായിട്ട് എന്തെങ്കിലും ഒന്ന് ഇച്ചിരി അടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. നല്ല കയ്പാണെന്നുള്ള കാര്യം, കയ്പാണ്. പിന്നൊരു കാര്യമുണ്ട്, നമ്മൾ നന്നായി സുന്ദരിയായിട്ട് ഇരിക്കാൻ വേണ്ടി ഇത്തിരി കയ്പൊക്കെ സഹിക്കുന്നത് നല്ലതാണ്. എല്ലാത്തിന്റെ പുറകെ ഒരു കുറച്ചൊരു പെയിൻ ഉണ്ട്. അതുകൊണ്ട് ഒന്നും നമുക്ക് കഷ്ടപ്പെടാതെ ഒന്നും നമുക്ക് നേടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ കറ്റാർവാഴ എന്ന് പറയുന്ന ഒരു സാധനം എല്ലാവരുടെയും വീട്ടിൽ വേണം എന്നാണ്. കാരണം ഏത് രാജ്യത്ത് കിട്ടുന്ന ഒരു സാധനമാണ്, എല്ലാ കണ്ടീഷൻസിലും വളരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് തൊട്ട് ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ കറ്റാർവാഴയുടെ ഇനി എനിക്ക് തുടങ്ങിക്കോളാം. എല്ലാവരും എന്താണെന്നറിയാം, 2 ആഴ്ച ഇട്ട് കഴിയുമ്പോൾ അയ്യോ എനിക്ക് ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. ഒരു കാര്യം മനസ്സിലാക്കണം, കാരണം ഇത് മേളിൽ പിഗ്മെന്റേഷൻ വന്നാൽ അത് ഡീപ്പായിട്ട് താഴോട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള വിചാരം വേണം. അപ്പം അത് മാറണമെങ്കിൽ 3 മാസമെങ്കിലും നിങ്ങൾ മെനക്കെട്ടാലേ പറ്റുള്ളൂ. 3 മാസം വരെ സ്കിന്നിന് അത് എന്തോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിരുന്ന് അത് അപ്ലൈ ചെയ്യുക. നമുക്കൊരു കോൾ ഉണ്ട്, അതിന് ശേഷം ഇങ്ങോട്ട് വരാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ചോദിച്ചോളൂ. പറഞ്ഞോളൂ, എന്താണ് കാര്യം ചോദിച്ചോളൂ. പിന്നെ പറഞ്ഞോളൂ. ഹലോ, ഒന്ന് ടിവിയുടെ വോളിയം കുറയ്ക്കാമോ? ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കൂ. ടിവിയുടെ വോളിയം കുറച്ചോ? ഇനി ചോദിച്ചോളൂ. എന്താ ടീന പറഞ്ഞോളൂ.
അതിപ്പോഴാണോ അതോ പണ്ട് നേരത്തെ മുതലേ ഇങ്ങനെ ഇളകി വരുന്നതാണോ? ഈ എന്താ സ്കിൻ ഇങ്ങനെ ലെയർ ആയിട്ട് ഇളകി വരുന്നല്ലേ? അതെന്താന്ന് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, മോയ്സ്ചറൈസിങ് ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എണ്ണ ഇട്ട് കുളിക്കാൻ നോക്കണം. കുളിക്കുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് ഉപയോഗിക്കണം. അത് ഈ ബദാം ഓയിലോ, ഇപ്പോൾ ബദാം ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ, നല്ലെണ്ണ, ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ഏതെങ്കിലും നല്ലൊരു സാധനം കമ്പനിയുടെ നോക്കി വാങ്ങിച്ച് അത് കുളി കഴിഞ്ഞ ഉടനെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ നോക്കണം കേട്ടോ. അതല്ല നമുക്ക് കറ്റാർവാഴ നല്ല, അത് പാലുമായിട്ടോ അല്ലെ പാട അതൊക്കെ ചേർത്ത് ഉപയോഗിച്ചാലും. ഇപ്പോൾ കറ്റാർവാഴ എന്ന് പറയുന്നത് എല്ലാത്തിനും നല്ലതാണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം കുറച്ച് പാലോ, അല്ലെങ്കിൽ ഇയാൾ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ആപ്പിൾ നല്ലതാണ്, ഏത്തപ്പഴം നല്ലതാണ്. അപ്പം അങ്ങനെ ആകുമ്പോൾ ആ ഡ്രൈനെസ് അങ്ങ് മാറിക്കിട്ടും. കറ്റാർവാഴയിൽ കൂടെ ഇത് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക. മുഖത്ത് അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് ഇരുന്നാൽ മതി. ഒരു 4-5 ദിവസം ഇടുമ്പോൾ തന്നെ അത് വ്യത്യാസം വരും. വ്യത്യാസം വന്നു കഴിയുമ്പോൾ ഇയാൾ ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ച് അത് ഈ കുളി കഴിയുമ്പോഴേ ഇടാനുള്ള ഒരു ശീലം ഉണ്ടാക്കണം കേട്ടോ. ഓക്കെ ചീത, താങ്ക്സ് ഫോർ കോളിംഗ്. ഇപ്പം നമ്മൾ കറ്റാർവാഴയുടെ ഇതിൽ പറയായിരുന്നു, അതായത് ഇപ്പം നമ്മൾ ഈ ഓരോന്ന് മിക്സ് ചെയ്യുമ്പോഴേ, ഇപ്പം ടാനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് ഇപ്പം പറഞ്ഞു, ഇത് ഓരോന്നും എത്ര സമയമാണ് എടുക്കുന്നത്? നമുക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉണങ്ങുന്ന 15 മിനിറ്റ് 10 മിനിറ്റ് 15 മിനിറ്റ്. ഈ സാധാരണ പാക്കുകൾ ഇടുമ്പം എല്ലാവരുടെയും വിചാരം ഇങ്ങനെ ഉണങ്ങി ഡ്രൈ ആയിട്ട് ഇങ്ങനെ വലിഞ്ഞ് മുറുകിയിരുന്നാലേ അതോ നമ്മൾ വാഷ് ചെയ്ത് കളയണം. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഒരു 10-15 മിനിറ്റ് കൊണ്ട് കിട്ടും. ശരി. അപ്പം നമ്മളതിനെ വൈപ്പ് നമ്മളങ്ങ് തുടച്ച് കളഞ്ഞാൽ മതി. കുളിക്കുന്നതിന് മുൻപേ ഇത് ചെയ്തിട്ട് പിന്നെ കുളിക്കണോ അതോ കുളിക്കുന്നതിന് മുമ്പ് ചെയ്യണം? അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ പറയുന്ന ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ചെയ്യാം, TV കാണുമ്പോൾ ചെയ്യാം, പഠിക്കുന്ന സമയത്ത് ചെയ്യാം. ഇതിപ്പോ രാവിലെ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും സമയം എനി ടൈം നമ്മൾക്ക് എപ്പോഴാ സമയം എന്ന് പറഞ്ഞ് നോക്കിയാൽ ചെയ്താൽ മതി. അപ്പൊ ഇതിന് ഇപ്പൊ പിഗ്മെന്റേഷൻ പലതരത്തിലുള്ള പിഗ്മെന്റേഷൻ ഉണ്ട്. ചിലവർക്ക് എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുള്ള അലർജിയിൽ അങ്ങനെയും വരും. മരുന്ന് കഴിച്ചാണെങ്കിൽ ഇത് പെട്ടെന്ന് മാറും. ശരി, ഓക്കെ. അത് പെട്ടെന്ന് മാറും. കാരണം എല്ലാ പിഗ്മെന്റേഷൻ ഞാൻ പറഞ്ഞില്ലേ, എന്ത് നമുക്ക് സ്കിന്നിൽ പ്രശ്നം ഉണ്ടായാലും, ഒരു കുരുവിനായാലും നമ്മളിപ്പോൾ അതിന്റെ കൂടെ എന്തെങ്കിലും വേപ്പലയോ ഈ കറ്റാർവാഴയും കൂടി ഇട്ടാൽ ഇതൊരു ബേസ് ആയിട്ട് വെച്ചുകൊണ്ട് അതിനകത്ത് ഓരോന്ന് ആഡ് ചെയ്ത് ആ സമയത്തിന് പോലെ ചെയ്യാം അല്ലേ? അങ്ങനെ അത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ആരും ഇത് മെനക്കെടും. സത്യം ഇത് ശരിക്കും ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നിങ്ങൾ അതൊരു നിസ്സാരമായിട്ട് കരുതരുത്. ശരിക്കും നല്ലൊരു സാധനം. തലമുടിക്ക് അതുപോലെ ഒരു ഡാൻഡ്രഫ് ഉണ്ടാകത്തില്ല. കാരണം ഡാൻഡ്രഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രശ്നമാണ്. ഇതെല്ലാം നമുക്ക് കവർ ചെയ്യാനുള്ള ഒരു കഴിവ് അതിനുണ്ട്. അപ്പോൾ ഈ ഡാൻഡ്രഫിന്റെ കാര്യം പറഞ്ഞു, ഡാൻഡ്രഫിനാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇത് വെറുതെ മുട്ടയുടെ വെള്ളയും ഇതും കൂടെ ചേർത്തൊന്ന് അടിച്ച് തലയിൽ അപ്ലൈ ചെയ്താൽ മതി. ആഴ്ചയിൽ 2-3 ദിവസം, ഒന്ന് കൂടിയാലും കുഴപ്പമില്ല, ഒന്നരാടൻ വെക്കാം അല്ലേ? പിന്നെ നേരത്തെ പറഞ്ഞ ആ കുട്ടി ഇപ്പൊ വിളിച്ചൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയോട് ഒരു കാര്യം പറയുന്നത്, വെള്ളം ഈ ഒത്തിരി ഡ്രൈ ആയിട്ട് പൊരിഞ്ഞിളകുന്നു എന്ന് പറഞ്ഞു. അത് നിറയെ വെള്ളം കുടിക്കണം. എത്രത്തോളം വെള്ളം കുടിക്കാവോ അത്രയും നല്ലതാണ്. അപ്പൊ അങ്ങനെ ആ വെള്ളത്തിന്റെയും കൂടെ കുറവുണ്ടാണ് ഈ കൂടുതൽ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണ്. ശരിക്കും നമുക്ക് വെള്ളവും കുടിച്ച് അതുപോലെ ഫുഡ് എടുക്കുന്നതും ഒരുപാട് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അത് തന്നെ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ഇപ്പൊ പയർ മുളപ്പിച്ച്, ഇതൊക്കെ സ്കിന്നിന് ഗ്ലോ വരുന്നത്. പയർ മുളപ്പിച്ച് അത് ചിലർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ, മുളപ്പിച്ചിട്ട് അത് എല്ലാവർക്കും. പക്ഷെ വേവിക്കാതെ തന്നെ അത് മുളപ്പിച്ച് നമുക്ക് കഴിക്കുന്നത്, സലാഡ് പോലെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പല ഫ്രൂട്ട്സും, അതുപോലെ ആപ്പിള്, അതുപോലെ വാഴപ്പഴത്തിന്, ഈ നമ്മുടെ പഴങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്. ഇപ്പൊ ഈ കണ്ണിന് ചുറ്റും കറുപ്പുള്ളവര് വെറും വയറ്റില് ഈ ഒരു പഴം കഴിച്ചാല് അപ്പൊ അത് നമ്മുടെ വയറിൽ നിന്നുണ്ട, എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് വരത്തില്ല. ഈ പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അതിന് ഒരുപാട് ഗുണം. കണ്ണിന് ഒരുപാട് കണ്ണിന്റെ കറുപ്പ് കുറയാൻ നല്ലതാണ്. സാധാരണ നമ്മുടെ വാഴപ്പഴം, അതുപോലെ വാഴപ്പഴത്തിന്റെ തൊലി, ഈ സാധാരണ ഈ അരിമ്പാറ പോലെയുള്ള സ്ഥലങ്ങളിലെ അവിടെ ഇങ്ങനെ അരിമ്പാറ വരുമല്ലോ, അതില് ഒരു ഇങ്ങനെ ഫംഗസ്, അതിലവിടെ ഇങ്ങനെ അതിന്റെ തൊലി ബാക്ക് വശം ഒന്നിങ്ങനെ പൊതിഞ്ഞു വെച്ചാല് അത് ഇളകി 2 ദിവസം 3 ദിവസത്തിനകത്ത് ഇളകി പൊക്കോളും. അപ്പൊ അതിങ്ങനെ കുറച്ചു നേരം വെച്ച് ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ ഒന്ന് വെച്ചാൽ മതി. ഒരു പ്ലാസ്റ്റിക് വെച്ചാൽ മതി അല്ലേ? ശരി. ഒരു പഴത്തിന്റെ തൊലി എടുത്തിട്ട് പ്ലാസ്റ്റിക് ചെയ്ത് അവിടെ വെക്കാമെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഇത്. പഴം നമുക്കൊരു ചെറിയ കുട്ടികൾ ശരിക്കും ഓർമ്മശക്തിക്കും നല്ലതെന്നാണ് പറയുന്നത്. അപ്പം വെറും വയറ്റിൽ കഴിക്കുന്നത് പഴത്തിന്റെ തൊലിക്കും അതുപോലെ ഗുണങ്ങളുണ്ട്. പണ്ട് നമ്മൾ മുമ്പ് ഒരിക്കൽ നമ്മൾ ഇതുപോലെ ഒരു പ്രോഗ്രാം ചെയ്ത സമയത്ത് ഗംഗ പറയുണ്ടായി, ഏത്തപ്പഴത്തിന്റെ തൊലി പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ഗ്ലോ ആണെന്നറിയാം. നമുക്കൊരു ഇപ്പൊ സാധാരണ പാർലറിലൊക്കെ പോയാലും എല്ലാവരും ഫേഷ്യലൊക്കെ ചെയ്യുന്നത്, ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമേ വരത്തില്ല. അത് വെച്ചൊന്ന് മസാജ് ചെയ്താൽ നമുക്ക് ഏതാണ്ട് എത്രയോ
രൂപ മുടക്കി ചെയ്തതിന്റെ ഒരു ഫലമാണ് അത് എഫക്റ്റ്. അതായത് ഗംഗയ്ക്ക് തന്നെ അതായത് ബ്യൂട്ടി പാർലറിൽ വരേണ്ട ആൾക്കാരെ തന്നെയാണ് അവരോട് തന്നെയാണ് പറയുന്നത്. പാർലറിൽ വരാമെന്ന് ഞങ്ങൾ വേറെ കാര്യം. അതെ, എല്ലാം ഒന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെ എപ്പോഴും വരാൻ പറ്റില്ല, അല്ലെങ്കിൽ അതല്ല കെയർ കൊടുക്കണം ഡെയിലി. അതല്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ മാസത്തിൽ ഒരിക്കലേ നമുക്കൊരു പാർലറിൽ പോയി ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഇത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസം എന്നുള്ളത് 2 മാസത്തിലൊരിക്കലും ആക്കാം. പിന്നെ ചില കാര്യങ്ങൾ പാർലറിൽ പോയി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റും. നമ്മുടെ സ്കിൻ അതെ ചെയ്യണം. മാസത്തിൽ ഒരിക്കൽ ചെയ്തുകൊണ്ടും നമ്മുടെ ഈ ഗുണങ്ങളൊന്നും വരുത്തില്ല. അത് ശരിക്കും നമുക്ക് ആ സമയത്ത് ഒരു ഗ്ലോ വരുത്തി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എല്ലാം കൂടെ നമ്മൾ നേരത്തെ മുതൽ എന്നും ഡെയിലി റുട്ടീൻ ആക്കണം. ഓരോ നമുക്ക് വേണ്ടതെല്ലാം ചെയ്യുക എന്നുള്ളത് ശ്രദ്ധ വേണം. കാരണം നമ്മുടെ ആഹാര രീതി, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് അല്ലേ, എല്ലാം കൂടി വരുമ്പോഴേ ആ സ്കിന്നിന് ഒരു ഗ്ലോ വരും. പ്രോപ്പർ ആയിട്ട് എക്സസൈസ് എല്ലാം ഇപ്പം മെലിഞ്ഞ കുട്ടികളാണെങ്കിൽ പോലും എക്സസൈസ് ചെയ്യാതിരിക്കരുത്. ഒരു 15-20 മിനിറ്റ് വർക്കൗട്ട് ചെയ്യണം അവര്. കാരണം അതിൽ നിന്നുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലായിടത്തും ബ്ലഡ് സർക്കുലേഷൻ കൂടുകയാണ് അല്ലേ. കൂടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ സൗന്ദര്യം നമുക്ക് കൂടി തന്നെ വരുള്ളൂ. എല്ലാം എന്നാൽ ഞാൻ തടിയില്ലല്ലോ പിന്നെ എന്തിനാ വെക്കുന്നതെന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അല്ല. നമ്മൾ 1/2 മണിക്കൂർ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ആ സ്കിൻ കണ്ട് അപ്പം നമ്മൾ നിറയെ വെള്ളം കുടിച്ചിട്ട് അയക്കൂല. ആദ്യം നമ്മൾ എണീക്കുമ്പോഴേ കുറേ വെള്ളം കുടിക്കണം. ആ ഒരു സ്കിൻ നമ്മൾ നോക്കേണ്ട ഇതാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പഴം ഒരെണ്ണം കഴിക്കാം. അതിനൊരു 15-20 മിനിറ്റ് കഴിയുമ്പം നമുക്ക് എക്സസൈസ് ചെയ്യാം. ഈ എക്സസൈസ് ഒരു 15 മിനിറ്റ് എങ്കിലും ചെയ്യണം. കാരണം ഒന്ന് വിയർക്കുന്നത് നിങ്ങൾക്കുള്ള ആ ഗ്ലോ മാത്രമല്ല, കുരു ഉള്ളവർക്ക് ഒരുപാട് പിമ്പിൾസിന്റെ കംപ്ലൈന്റ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏജ് മറ്റേ പണ്ടൊക്കെ നമുക്ക് ഒരു ഏജ് ഓവർ ഉണ്ടായിരുന്നു, സമയത്ത് കാണുള്ളൂ, അത് കഴിയുമ്പോൾ കുറയും എന്നുള്ളത്. ഇപ്പൊ അങ്ങനെയല്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണ രീതിയാണ് അല്ലേ. നമ്മളെന്ന് വെച്ചാൽ ഈ ഒരുപാട് ചിക്കനും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പം ഈ ഫാറ്റിന്റെയും ഹോർമോൺ പ്രശ്നങ്ങളും ഒക്കെ വരും. അപ്പൊ അതിനൊക്കെ ഒരു ഇത് വരും ആ എക്സസൈസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് എന്ത് വന്നാലും 1/2 മണിക്കൂർ, അതിപ്പോ ഒരു പുറത്തു പോയി യോഗ ചെയ്താലും മതി. യോഗ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് വർക്കൗട്ട് ചെയ്യണം. വേർക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ജോയിന്റ്സിന്റെയും ഫാറ്റ് നമ്മൾ കളയത്തക്ക രീതിയിലുള്ള എക്സസൈസ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്കിന്നിന് ഈ പറഞ്ഞ പോലെ സ്കിന്നിൽ കൂടെ സ്വെറ്റ് നല്ലോണം ചെയ്യുമ്പോൾ ഈ മുഖക്കുരു ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് പിമ്പിൾസ് ഇല്ലാത്ത ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ അത് അങ്ങ് മാറിക്കോളും. അതുകൊണ്ട് വെള്ളവും 10-16 ഗ്ലാസ് വെള്ളമെങ്കിലും. ഓഫീസിൽ പോകുന്നവർക്ക് ഈ ഒരു ശീലമേ ഇല്ല. കാരണം ഇപ്പോഴത്തെ ഇപ്പൊ IT ഫീൽഡിൽ പോകുന്ന കുട്ടികൾ വലിയ പാടാണ്. അവരൊരു 40 വയസ്സാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഒരു 50-60 വയസ്സായ ഒരു ഫീൽ വരും. അവരുടെ ജീവിത രീതിയേ ശരിയല്ല. അവർക്ക് ജോലി എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മുടെ ജോലിയിൽ ശ്രദ്ധ വേണം. അത് പലപ്പോഴും ഇപ്പൊ പറയുന്ന പുതിയതെന്ന് പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇപ്പൊ സൗന്ദര്യം കൂടുതലായിട്ട് കാണുന്നത്. കാരണം ചെറിയ കുട്ടികൾ ആരും ഇപ്പൊ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാനിപ്പം ഇടയ്ക്ക് ഒരു കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഒരു കമന്റ് വന്നതാണ്, 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളെ കാണാനാണ് ഇപ്പൊ നല്ലതെന്ന്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അവരും കുറെയൊക്കെ, കാരണം അവർക്ക് ആ ഏജ് കൂടുന്നതിന്റെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അവർ കുറെ നാൾ മുമ്പേ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ശരിക്കും ചെറിയ കുട്ടികൾ, കാരണം ചെറുപ്പത്തിൽ തന്നെ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും, ഈ പിഗ്മെന്റേഷൻ ഒന്നും ആർക്കും ഉണ്ടാവില്ല. ഈ കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് ഓവർനൈറ്റ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റ് അല്ല. സ്കിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാലാകാലം കുറേ കാലം ഡെവലപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന ഒരു ഹാബിറ്റുമാണ്. അതിനനുസരിച്ച് അത് നന്നായിരിക്കുള്ളൂ. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വെള്ളം ധാരാളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഒരു നമ്മളിപ്പോൾ ആഡിലൊക്കെ കാണുന്ന പോലെ ഒരാഴ്ച മുമ്പൊക്കെ കൊണ്ട് ചെറിയ ടാനൊക്കെ ഇങ്ങനെ മാറ്റാമെന്നല്ലാണ്ട് ഒരു ഓവറോൾ ഒരു കുറച്ച് കാലത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ തക്കമുള്ളൊരു ചർമ്മ സംരക്ഷണം ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള രീതി തന്നെ വേണം അല്ലേ. അതെ. അതുപോലെ ഫ്രൂട്ട്സ് ഒരുപാട് ആരും കഴിയും. കാരണം ഇപ്പം നമുക്ക് പ്രശ്നമാണ് ഇപ്പൊ ഫ്രൂട്ട്സ്. കാരണം എല്ലാം മരുന്നടിച്ച് വരുന്നുണ്ടെങ്കിലും അത് നമ്മൾ നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ട് നമുക്കൊരു അതിന്റെ ഇച്ചിരി മഞ്ഞളിലൊക്കെ ഇട്ട് കഴുകിയെടുത്ത് കഴിക്കുന്ന എല്ലാ ഫ്രൂട്ട്സും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അത് ശരിയാണ്. പിന്നെ 6 നേരം ഭക്ഷണം ആക്കുന്നതാണ് നല്ലത്. വാരി വലിച്ച് ഞാൻ 6 നേരം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, 6 നേരം ഉണ്ടാക്കുക. അതെ, 3 നേരം ഉള്ളതിനെ 6 നേരമാക്കി കഴിക്കുക. അത് അതിലും അപ്പൊ സലാഡ്സ് ഒക്കെ ഉൾപ്പെടുത്താം. ഇപ്പൊ നമുക്ക് ഈ ഇപ്പൊ ഒരു 4-5 രാവിലെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അത് കഴിച്ചിരിക്കണം. അത് 7 മണിക്ക് 7:30 മുമ്പേ ഭക്ഷണം കഴിച്ചിരിക്കണം. അതെ, രാവിലെ എണീറ്റ ഉടനെ ഒരു 2 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഒരു പഴം വെല്ലം വേണമെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ കഴിക്കുക. ഒരു 7:30
ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന പറഞ്ഞാൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക, 1 2 ആക്കുക. ഇപ്പോൾ 10 മണിക്കാണ് ഓഫീസിൽ പോകുന്നത് അല്ലെ കോളേജിൽ പോവുകയാണെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ഒന്ന് കരുതുന്നത് നല്ലതാണ്. എന്നിട്ട് വല്ല സലാഡ്സോ. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? ചോദിച്ചോളൂ കേട്ടോ. അത് എന്റെ മകന്റെ മുഖത്ത് മുഖപ്പൊരും ഉണ്ട്, അതിന്റെ കാട് കൊണ്ട് അതൊന്ന് കളയാൻ എന്താ ചെയ്യേണ്ടതെന്ന്. മകന് ഇപ്പൊ എത്ര വയസ്സായി? 18 വയസ്സായി. അപ്പൊ ആ കുറെയൊക്കെ പ്രായത്തിന്റെയാണ്. അവനോട് പറയണം ക്ലെൻസിങ്. ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് സ്കിൻ നന്നായിട്ട് വെക്കില്ല. ഈ പുറത്ത് കളിക്കാനും എല്ലാം പോയി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതേപടിയേ ഇരിക്കും. അവരോട് ക്ലെൻസിങ് നന്നായിട്ട്, ഫേസ് നന്നായിട്ട് കടലമാവ് ഇട്ടോ എല്ലാം കഴുകാൻ പറയണം. പിന്നെ കുറച്ച് വേപ്പില എന്നിട്ടും അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ 18 വയസ്സിലുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചിലുണ്ടാകുന്ന പ്രശ്നമാണത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കുറഞ്ഞു വന്നോളും. അതുകൊണ്ട് പക്ഷെ ഒരിക്കലും ശ്രദ്ധ കൊടുക്കണം. നല്ലോണം വെള്ളം കുടിക്കാൻ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഫ്രൂട്ട്സ് ഒക്കെ ധാരാളം ഭക്ഷണത്തിൽ കൊടുത്ത്, പയറ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ മീനൊക്കെ ആണെങ്കിലും ചെറിയ മീനുകളൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള മീനുകളൊക്കെ ധാരാളം കൊടുക്കണം. എല്ലാം നമുക്ക് വൈറ്റമിൻസ് എല്ലാം നമുക്ക് വേണം. അപ്പോൾ ആ ഹോർമോണിന് പിന്നെ വെച്ചാൽ വെറുതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ആളല്ലല്ലോ അല്ലേ. കളിക്കാനോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ, നടക്കാനൊക്കെ പോവോ? അതോ ഇങ്ങനെ എപ്പോഴും തൂങ്ങി അങ്ങനെ ഇരിക്കാൻ? എന്തെങ്കിലും ഒന്ന് വർക്കൗട്ട് ജിമ്മിലോ എല്ലാം പോവാം. എന്തോ കേട്ടില്ല. അതെ, അപ്പൊ എന്തെങ്കിലും ഒരു എക്സസൈസ് മസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറയണം കേട്ടോ. ജിമ്മിലോ എല്ലാം പോകുന്ന യോഗ ചെയ്യണം. അപ്പൊ എത്രത്തോളം വേർക്കുന്നു, അപ്പൊ എത്രത്തോളം വേർക്കുന്നോ അത് അത്രയും നല്ലതാണ് കേട്ടോ. വേർക്കുമ്പോൾ ഫാറ്റ് പുറത്തോട്ട് പോകാൻ നല്ലതാണ്. അപ്പം അങ്ങനെയും കൂടെ ഒന്ന് ചെയ്യാൻ പറയണം. അതുപോലെ വേപ്പില ഉണ്ടെങ്കിൽ അരച്ചിടാം. വേപ്പില ഇട്ട വെള്ളത്തിൽ കുളിക്കാൻ പറയുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കുറച്ച് അങ്ങനെ ഒരു വ്യക്തി മുഖം, കാരണം കുളിക്കണ്ട, ഫേസിലാണ് പ്രശ്നമെങ്കിൽ അത് മുഖം കഴിയാലും മതി. ഒന്ന് തിളപ്പിച്ച് തലേദിവസം ഇട്ട് കഴിഞ്ഞാൽ വേപ്പില ഇട്ട് വെച്ച്, തുളസി അതുപോലെ വേപ്പിലയും തുളസിയും കൂടെ ഇട്ട് വെച്ച് അതൊന്ന് തലേദിവസം തിളപ്പിച്ച് ആറിച്ചങ്ങ് വെച്ചിട്ട് അത് വെച്ച് രാവിലെ ഫേസ് വാഷ് ചെയ്യാൻ പറയും. ഓക്കെ, ശരി. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ ആഹാരം സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുന്നതിനെ കുറിച്ച്. അതെ, അപ്പം നമ്മൾ പറഞ്ഞല്ലോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ ആയി. 10 മണിയാകുമ്പോഴത്തേനും എന്തെങ്കിലും നമുക്ക് ചിക്കനും നമുക്ക് കഴിക്കാം. അതൊന്ന് സലാഡ് പോലെ എടുത്ത് ഒന്ന് വേവിച്ച് ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച്, കുട്ടികൾക്ക് അതൊക്കെ ആകുമ്പോഴല്ലേ കഴിക്കുള്ളൂ. സലാഡ് എന്നും സലാഡ്സ് കഴിക്കുമ്പോൾ അതൊരു മടി വരും. അതങ്ങനെ ശരിക്കും ഡയറ്റിൽ ചിക്കൻ വെച്ച് തന്നെ നമുക്ക് ചിക്കൻ കഴിക്കുന്ന ആൾക്കാർക്ക് പ്രോട്ടീൻ നല്ലോണം കഴിച്ചാൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ വേണേൽ അതിനെ വേവിച്ചിട്ട്, അതുപോലെ തന്നെ കടല അങ്ങനെയുള്ള സാധനങ്ങൾ, ധാന്യങ്ങളെല്ലാം ഉൾപ്പെടുത്ത്. ഓട്സ്, ഇപ്പം ഏതാണെങ്കിലും ഓട്സ് ഇഷ്ടമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ആപ്പിൾ, ഫ്രൂട്ട് ഏതെങ്കിലും. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണെങ്കിലും 12:30 1 മണിയാകുമ്പം ലഞ്ച് കഴിക്കണം. സാധാരണ കുട്ടികളെ കാണുന്ന എല്ലാവരും അതങ്ങ് കട്ട് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ലഞ്ച് കുറച്ച് എന്തെങ്കിലും എടുത്ത് കഴിക്കും. അത് ചിലപ്പോൾ സാൻഡ്വിച്ച് ആയിരിക്കും. അങ്ങനെ സാൻഡ്വിച്ച് ആകാം. ആരോ വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ആ ഒരു കപ്പ് ചോറ് കഴിക്കുന്നതും ആ തടിയൊന്നും വലുതായിട്ട് വെക്കില്ല. അല്ലെങ്കിൽ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ആക്കി ക്വാണ്ടിറ്റി കുറയ്ക്കണം. 4 മണിയാകുമ്പോഴും ഇതേപോലെ നമുക്ക് എന്താണ് നമുക്കൊരു അല്ലെങ്കിൽ ഒരു ടീയുടെ കൂടെ, ഇപ്പം ടീയുടെ കാര്യം പറയാനുണ്ട്. നമുക്ക് കുറച്ച് സൗന്ദര്യത്തിന് നല്ലതാണ് ചായ. അപ്പം നമുക്ക് പറയാം ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും ബിസ്ക്കറ്റ് ശരിക്കും നല്ലതല്ല, മൈദയൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ വേണമെങ്കിൽ ഒന്നോ അല്ല റൂട്ടിൻ്റെ പോലത്തേക്കുള്ള ബിസ്ക്കറ്റുകൾ 1 2 ഉപയോഗിക്കാം. 6 മണിയാകുമ്പോൾ അടുത്ത ചെറിയ എന്തെങ്കിലും. അത് മുട്ടയുടെ വെള്ള, ഒരു ദിവസം മുട്ടയുടെ വെള്ള, കാരണം ഒരുപാട് തടിയുള്ളവർ യോക്ക് എടുക്കാതിരിക്കുന്ന നല്ലത്. പക്ഷെ വല്ലപ്പോഴും എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ശരിക്കും ഈ എക്സസൈസ് ഇല്ലാതെ തന്നെ നമ്മൾ ഈ 6 നേരത്തെ ഭക്ഷണ രീതി കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. ചില ഭയങ്കര തടിയുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഭക്ഷണം കട്ട് ചെയ്യും. എന്നാൽ ഇത് ശ്രദ്ധിച്ചോണം, ഭക്ഷണം കട്ട് ചെയ്യും തോറും നിങ്ങളുടെ വെയിറ്റും കൂടി വരും. ശരിക്കും ഭക്ഷണം കട്ട് ഈറ്റിംഗ് ഹാബിറ്റും തുടങ്ങും. അപ്പൊ അങ്ങനെ ശരിക്കും വണ്ണം കൂടുകയേ ഉള്ളൂ, ഒരിക്കലും കുറയുന്ന കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പ്രോപ്പർ ശരിക്കും കറക്റ്റ് ടൈമിന് ഭക്ഷണം. അതുപോലെ ഡിന്നർ 7:30 മുമ്പേ
കഴിച്ചിരിക്കണം. അതെനിക്ക് തോന്നുന്നു എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ ആരുമില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, ഒരു വണ്ണം കുറയ്ക്കേണ്ട ഒരാൾ ഇതുപോലെ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ അതുപോലെ 10 മണിയാകുമ്പോൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടും കിടക്കുക. ഒരു ഗ്ലാസ് പാലാകാം ഒരു ദിവസം പാട മാറ്റിയിട്ട്. കാരണം എല്ലാം നമുക്ക് പ്രോട്ടീൻ എല്ലാം വേണം. ഇപ്പം മുട്ട വേണം, മുട്ട ഇപ്പം എന്നും കഴിക്കണ്ട, ആഴ്ച 2 ദിവസം അങ്ങനെ. അപ്പം അങ്ങനെ എല്ലാം പ്രോപ്പറായിട്ട് നമുക്ക് ചെല്ലുകയും ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസും ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കുറഞ്ഞിരിക്കും. ഈ തടി എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് തന്നെ ഒരു ലൈറ്റ് ഫീലിംഗും വരും. നമുക്ക് എന്നാൽ എല്ലാം പ്രോപ്പറായിട്ട് വേണം തന്നെ. കാരണം നമ്മൾ അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ എഫക്റ്റ് വരുന്നത് സ്കിന്നിലാണ്. സ്കിന്ന് സാഗ് ചെയ്യാൻ തുടങ്ങും, കണ്ണിന്റെ താഴെ ഈ കറുപ്പ് വരും. ശരിക്കും കണ്ണിന്റെ അടിയൊക്കെ ഇങ്ങനെ വര പോലെ ചുളിവുകളൊക്കെ വരും. അതെ, നമ്മളൊരു ചെറിയൊരു പെട്ടെന്നൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഓടിച്ചെന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിലായാലും എനിക്ക് തോന്നുന്നു ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം അത് തന്നെയായിരിക്കും. ആൾക്കാർ ഓടി വന്നിട്ട് സ്കിൻ ചുളു നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം ഒരു ബ്യൂട്ടി പാർലറിലും ചുളിവുകളൊന്നും പെട്ടെന്ന് ഒരു ഫേഷ്യൽ കൊണ്ടൊന്നും നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. അത് പറയും ചിലപ്പോൾ നമ്മുടെ ബിസിനസിന്റെ ഇത് രീതിയിൽ പറഞ്ഞെന്നിരിക്കും, നോക്കാം അങ്ങനെ. ശരിക്കും എനിക്ക് തോന്നുന്നു കറക്റ്റായിട്ടൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടെങ്കിലും ചെയ്യും. പിന്നെ ഒരിക്കൽ ഫേഷ്യൽ ചെയ്യുന്ന ശരിയല്ല എന്നൊക്കെ പലരും പറഞ്ഞ് നമുക്ക് അറിയാം. പക്ഷെ അത് തെറ്റാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇതൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ മോയ്സ്ചർ എങ്ങനെ ബാലൻസ് ചെയ്യും? അപ്പം നമുക്ക് ആ വല്ലപ്പോഴും കിട്ടുന്ന നമ്മുടെ ആ മസാജിങ് എന്ന് പറയുമ്പം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് താൽക്കാലികമെങ്കിലും ഒന്ന് വൃത്തിയായിട്ടിരിക്കാൻ സാധിക്കും. കാരണം എല്ലാ പ്രായക്കാരും മാസത്തിലൊരിക്കൽ ചെയ്യണമെന്നില്ല. അതൊരു ഒരു 35 കഴിഞ്ഞിട്ടുള്ളവർക്ക് മതി. അപ്പം അങ്ങനെയുള്ളവർ കാരണം പിന്നെ നമുക്ക് കുറഞ്ഞു വരും. പിന്നെ കൂടുതലെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് 40 വയസ്സ് കഴിഞ്ഞാൽ തടി കുറയാനും പാടാണ്. എന്ന് വെച്ചാൽ മെറ്റബോളിസത്തിന്റെ അളവ് നമുക്ക് കുറയുമ്പോൾ അത് തടി വെക്കാനുള്ള ചാൻസാണ്. അപ്പം നമ്മൾ അതിനെ ബാലൻസ് ചെയ്ത് അതിനുള്ള ഭക്ഷണ രീതിയും അതുപോലെ നമ്മൾ ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാൻ. 35 വയസ്സ് കഴിഞ്ഞാൽ എക്സസൈസും നമ്മൾ മുടക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ തടിയും കുറയ്ക്കാം, നമ്മുടെ സ്കിന്ന് നമുക്ക് നാച്ചുറലി അതങ്ങ് സ്കിന്ന് ഗ്ലോ വന്നോളും. നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ ഫ്രൂട്ട്സ് നമ്മൾ ഫ്രൂട്ട്സിന്റെ ആപ്പിള് ഏറ്റവും കൂടുതൽ, കാരണം കൊളസ്ട്രോൾ ഒക്കെ കുറയ്ക്കുന്നതാണ് ആപ്പിൾ. അതുപോലെ തന്നെ ശരിക്കും കൊളസ്ട്രോൾ കൂടുന്നതനുസരിച്ച് നമുക്ക് പിഗ്മെന്റേഷൻ വരാം. അതൊരു ഹോർമോൺ ഇതായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കുറയ്ക്കാം. അതേപോലെ നമുക്ക് ഇവിടെ എപ്പോഴും അവൈലബിൾ ആണെന്ന് എല്ലായിടത്തും അവൈലബിൾ ആണെന്ന് എനിക്ക് അറിഞ്ഞൂടെ അവക്കാഡോ എന്ന് പറഞ്ഞിട്ട്. അതെ, അത് ശരിക്കും 25 പ്രോട്ടീൻസ് അടങ്ങിയ ഒരു ഫ്രൂട്ടാണ്. അത് ശരിക്കും നമ്മുടെ ക്യാൻസറിനെ ക്യൂർ ചെയ്യും. സ്കിന്നിന് ഗ്ലോ വരാൻ നല്ലതാണ്. മുടിയുടെ കൊഴിച്ചിൽ മാറാൻ നല്ലതാണ്. അതുപോലെ ശരിക്കും കൊളസ്ട്രോള് ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ഒക്കെ ഇതിൻ്റെ സലാഡ്സ് കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് അതിലേക്ക് കൂടുതൽ വരാം. ഒരു കോൾ ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ പ്രോഗ്രാം. ആരാണ്? ഉമ. എവിടുന്നാ വിളിക്കണേ? ചോദിച്ചോളൂ. വണ്ണമുള്ള ആളാണോ? ഒത്തിരി വണ്ണമുണ്ട്. അപ്പൊ വണ്ണം കുറയ്ക്കണം. അത് വലിയൊരു കാരണം കഴുത്തിന് ചുറ്റും കറുപ്പെന്ന് പറയുന്നത് കൂടുതൽ തടി വെക്കുമ്പോൾ. പിന്നെ നമ്മൾ സാറിന് മെലിഞ്ഞ കുട്ടികൾക്ക് ഈ കറുപ്പ് വരും. അതെന്ന് പറഞ്ഞാൽ മാലയൊക്കെ ഒരുപാട് വലിയ കട്ടിയുള്ള ആർട്ടിഫിഷ്യലൊക്കെ ഇടുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തടി നന്നായിട്ട് കുറയ്ക്കണം. അത് കഴിഞ്ഞാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടോ, തൈറോയ്ഡ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് തൈര്, പാൽപ്പൊടി, നാരങ്ങ നീര്, അത് ദിവസവും ഒന്ന് കുളിക്കുന്നതിന് മുമ്പ് ഒരു 15-20 മിനിറ്റ് ഇടുക. ഇതെല്ലാം ചെയ്യേണ്ടതിന് എഫക്റ്റ് വരുന്നത് കേട്ടോ? അതാ ഞാൻ പറഞ്ഞ ഒന്ന് കൊളസ്ട്രോൾ തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ടുണ്ടോ? തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? 2 മാസത്തിന് മുമ്പ് ചെക്ക് ചെയ്തായിരുന്നു. തൈറോയ്ഡ് കൊളസ്ട്രോൾ ഒന്നും ഇല്ല. അപ്പൊ പിന്നെ തടി വെക്കുന്നതിന്റെ കൊണ്ടായിരിക്കാം, എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചിൽ ഉണ്ടാകുന്ന തടി ആയിരിക്കാം അത്. അതല്ലെങ്കിൽ എക്സസൈസ് ഒന്നും ഇല്ലാതെയും ഇരുന്നാലും നമുക്ക് തടി വരും. അതുകൊണ്ട് ഇത് കുറയ്ക്കാൻ എക്സസൈസ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മൾ ഈ ഞാൻ പറഞ്ഞ പാക്കില്ലേ, മനസ്സിലായോ? അത് പാൽപ്പൊടിയും തൈരും നാരങ്ങാ നീരും. അത് കഴുത്തിന് കറുപ്പുള്ള എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഇടാൻ. കറുപ്പ് കാരണം കയ്യിലെ കറുപ്പ്, കഴുത്തിലെ കറുപ്പിനൊക്കെ ഈ പാക്ക് നല്ലതാണ്. ഒരു 3 വീക്സ് കൊണ്ടൊക്കെ നമുക്ക് അതിന് വ്യത്യാസം വരും കേട്ടോ. മനസ്സിലായോ? ശരി, ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്.
അപ്പോൾ നമ്മുടെ അവക്കാഡോ അതെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ കൊളസ്ട്രോള്, ഡയബറ്റിക്കിനൊക്കെ നല്ല. ഇപ്പോൾ സലാഡ്സ് എനിക്ക് തോന്നുന്നു എല്ലാ സിറ്റികളിലായിരിക്കും ഇത് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന രീതിയിലാക്കണം എന്ന് കിട്ടണേന്നാണ്. അത്ര നല്ലൊരു ഫ്രൂട്ടാണ്, ഇത്രയും ഗുണമുള്ള. എന്നുവെച്ചാൽ അത് ഈ ഒരു അതിൻ്റെ ചിലർക്ക് ഈ അവക്കാഡോ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാകുന്നില്ല. അത് നടുക്കൊരു കുരുവായിട്ട് പച്ച കളറിലുള്ള ഒരു ഫ്രൂട്ടാണ്. അതെ, പച്ച കളറിൽ. അതുപോലെ നല്ലൊരു നല്ല ഫ്ലഷി ആയിരിക്കും. നമ്മൾ പൊളിച്ച് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചാൽ നടുക്കാണ് വലിയൊരു കുരുവാണ്. അത് നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണത്. അത് നന്നായിട്ട് ഭക്ഷണത്തിൽ ശരിക്കും എന്നും ഞാൻ പറയുന്ന കിട്ടുകയാണെങ്കിൽ എന്നും ഉപയോഗിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് വരെ സ്മൂതി ആയിട്ട് ഉണ്ടാക്കാനായിട്ട്, അതായത് അതിന്റെ ഫ്ലഷ് എടുത്തിട്ട് കുറച്ച് കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ പാലും കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലോണം മിക്സിയിൽ അടിച്ചാൽ നല്ല സ്മൂത്തി ആയിട്ട് കൊടുക്കാം. അതെ, കൊടുക്കാൻ പറ്റും. ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ്. അപ്പം ശരിക്കും നമുക്കത് എനിക്ക് തോന്നുന്നു സിറ്റികളിലെല്ലാം കിട്ടുമായിരിക്കും അല്ലേ? അതെല്ലാം ഇങ്ങനെ റിലയൻസ് പോലുള്ള സ്ഥലങ്ങളിൽ കിട്ടും. അത് നല്ല ഒരു ഇതാണ്. പിന്നെ ഹെയറിന് ഒലിവ് ഓയിലും കൂടെ ചേർത്ത് ഇതിന്റെ ഓയിലും വാങ്ങിക്കാൻ കിട്ടുകയാണ്. അവക്കാഡോ ഓയിൽ ബെസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒലിവ് ഓയിലും അവക്കാഡോ ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് മസാജ് ചെയ്യണം. മസാജ് ചെയ്ത ഹെയർ ഫോളിന് നല്ലതാണ്. ശരി, ഓക്കെ. അപ്പം അതുപോലെ മുഖത്ത് പാക്ക്, ചുളിവുകൾ മാറാൻ ബെസ്റ്റാണ്. കാരണം ഇതെല്ലാം ഒരു പ്രാവശ്യം ഒരു ഒറ്റ പ്രാവശ്യം കൊണ്ട് ചുളിവൊന്നും മാറിയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇത് ഇടുവാണെങ്കിൽ എല്ലാം കുറേ സമയം. കാരണം ചുളിവുകളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് പഴകിയതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സമയം കൊടുത്താൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഫ്രൂട്ടുകൾ ഉപയോഗിക്കുക. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ജ്യൂസൊക്കെ നല്ലതാണ്, പക്ഷെ അത് എല്ലാ സ്കിന്നിനും നല്ലതല്ല. കുറച്ചൊരു ഓയിലി ഇച്ചിങ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സുകളെല്ലാം നമ്മൾ മുഖത്തിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ മരുന്നടിച്ച് വരുന്നതായതുകൊണ്ട് നമുക്ക് അത് എങ്ങനെയെന്ന് പറയാനൊക്കില്ല. അതുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ നമ്മൾ പാക്ക് ഇടുമ്പം കുറേ എന്നുവെച്ചാൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇട്ടാൽ മതി. കാരണം നമുക്ക് എത്രത്തോളം അതിനകത്ത് കെമിക്കൽ ഉണ്ടെന്നുള്ളതൊന്നും പറയാനൊക്കില്ല. എനിക്ക് തോന്നുന്നു ഈ അവക്കാഡോ പോലുള്ള ഫ്രൂട്ടിലൊന്നും അധികം ഇത് വരില്ല. കാരണം അത് പുറത്തുനിന്ന് വരുന്ന ഒരു ഇതാണ്, അറിഞ്ഞൂടാ അത് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ നല്ല ഒരു ഫ്രൂട്ട് തന്നെയാണ് തീർച്ചയായിട്ടും. അതുപോലെ നമ്മളിപ്പം ഈ പാക്സ് ഇടുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അലോവേറ പിന്നെ ഒന്ന് പറയുന്നത് നമ്മുടെ ഈ നമ്മൾ വാങ്ങിക്കുന്ന തന്നെ പല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ പാക്ക് ഏറ്റവും ഓരോരുത്തർക്കും ഓരോന്നാണ്. ഇപ്പം വെജിറ്റബിൾസിലാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കുക്കുംബറും ടൊമാറ്റോ ഒന്നും ചേരത്തില്ല. അത് ഓയിലി സ്കിന്നിന് അപ്ലൈ നോക്കണം. ഓയിലി സ്കിന്നിന് തന്നെയുള്ളൂ ഉപയോഗിക്കൊള്ളാവുന്നത്. പിന്നെ ഡ്രൈ സ്കിന്നിനാണ് ക്യാരറ്റ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാം ഇത് ഏത്തപ്പഴം. അല്ല, അത് ഫ്രൂട്ടിൽ വരുന്നതാണ്. വെജിറ്റബിളിൽ വരുന്നത് ക്യാരറ്റ്, പിന്നെ ബീട്രൂട്ട് നല്ലതാണ്. പിന്നെ ഈ കോവയ്ക്ക കോവയ്ക്ക നമ്മുടെ കോവയ്ക്ക ഈ പോസ് അടയാൻ നല്ലതാണ്. അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ട്. മറ്റേതൊക്കെ ഓയിലി സ്കിന്നിന്. ഇപ്പോൾ ഫ്രൂട്ട്സിലാണെങ്കിൽ ഓറഞ്ച്, മുന്തിരിങ്ങ അധികം ഉപയോഗിക്കേണ്ട. ചിലപ്പോൾ ഇച്ചിരി ഒരു ബ്ലീച്ചിങ് ഏജന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അധികം നമ്മൾ ഗ്രേപ്സ് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. അതുപോലെ ഏത്തപ്പഴം ഭയങ്കര ബെസ്റ്റാണ്. പാലിലിങ്ങനെ ഡ്രൈ സ്കിന്നുകാർക്ക് ഉടച്ചിട്ട് ചെയ്യുന്ന, ഞാൻ ഏത്തപ്പഴത്തിൻ്റെ തൊലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നല്ലതാണ്. പിന്നെ പഴം, എല്ലാ പഴങ്ങളും നമുക്ക് പറഞ്ഞ പോലെ രാവിലെ കഴിക്കുന്ന മാത്രമല്ല പാക്കിടാനും അതിനും ചുളിവുകളൊക്കെ മാറാൻ നല്ലതാണ്. പഴത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ അതിന് കൂടെ ഒരു ബേസ് എന്തെങ്കിലും കൊടുക്കണം. ഇച്ചിരി ഗോതമ്പ് പൊടിയോ അങ്ങനെ തിക്നെസ് കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒലിച്ചിറങ്ങി. അപ്പൊ തിക്നെസ് കൂട്ടാൻ നമുക്ക് ബേസിനെല്ലാം ഗോതമ്പ് പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഗോതമ്പ് പൊടി നമുക്കൊരു ഗ്ലോ വരുത്തുന്ന ഒരു ഇത് തന്നെ. ഞാൻ ഇടയ്ക്ക് മുമ്പ് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദോശമാവിന്റെ കാര്യം. ഒരു പുളിച്ച ദോശമാവ്, ഞാൻ ഒന്നുകൂടെ പറയാണ്, പുളിച്ച ദോശമാവ് നമുക്ക് എവിടെയെങ്കിലും പോകുന്നത് എന്താന്ന് വെച്ചാൽ അതിനകത്ത് ഉഴുന്ന് സ്കിന്നിന് ഗ്ലോ വരുത്തുന്നതാണ്. അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറാണ്. അതെ. അപ്പോൾ ആ സ്ക്രബ് ശരിക്കും അരിപ്പൊടി വെച്ച് സ്ക്രബ് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രബിങ് നമുക്ക് ശരിക്കും ഡെഡ് സെൽസ് നമുക്ക് എല്ലാം നമുക്ക് കുറേ ടാൻ ആയി കഴിയുമ്പോഴൊക്കെ നമുക്ക് സ്കിൻ ഒരുമാതിരി ആകുമ്പം ഈ അരിപ്പൊടിയും പാലും വെച്ചൊന്ന് റബ്ബ് ചെയ്താൽ മതി അല്ലേ? ഒരുപാട് വ്യത്യാസം സ്കിന്നിന് വരും. അതുകൊണ്ടാണ് ഇച്ചിരി പുളിച്ചിട്ട് വരുമ്പോൾ എന്താ പറയുക, ദോശമാവില് ഈ പുളിയുടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കൂടെ കിട്ടും. എന്നാൽ ഇത് ബ്ലീച്ച് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, സ്കിന്നിൽ ദോഷം ചെയ്യത്തില്ല. അപ്പോൾ ഈ ഉഴുന്നും ഈ അരിയും കൂടെ വരുമ്പം നമുക്കതിന് നല്ല ഗ്ലോ വരുത്താൻ
സാധിക്കും. ഇതുപോലെ അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റ് മസാജ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ അപ്ലൈ ചെയ്യുന്നത് 35 കഴിഞ്ഞവര് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഒന്നും അല്ല ചെയ്യേണ്ടത്, സൈഡിലോട്ട് തന്നെ ചെയ്യണം. കാരണം സാഗ് ചെയ്യുന്നതിന്റെ ചാൻസ് കൂടുതലാണ്. നമ്മൾ നേരത്തെ ഈ പറഞ്ഞു ഒന്ന് മെൻഷൻ ചെയ്ത് പോയതാണ് നമ്മുടെ ചായയുടെ കാര്യം. യെസ്. അപ്പോൾ ചായ എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്ലാക്ക് ടീ ശരിക്കും നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരുത്തുന്നതാണ്. പിന്നെ അതുപോലെ നമ്മൾ ഹെവി ആയിട്ട് ഇപ്പോൾ ഫുഡ് കഴിച്ചപ്പോൾ നമുക്കറിയാം, നമ്മളൊരു പാർട്ടിക്ക് പോയി കഴിച്ചെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ലൈറ്റായിട്ടൊരു കട്ടൻ ചായ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഹെവിനെസ്, നമുക്ക് ഡയറ്റ് നന്നായിട്ട് നാരങ്ങ വേണോ? നാരങ്ങ എല്ലാവർക്കും ചിലപ്പോൾ വയറിന് ചില അസിഡിറ്റി ഉള്ളവർക്ക് ശരിക്കും ഗ്രീൻ ടീ ഓർ ബ്ലാക്ക് ടീ അത് രാവിലെയും വൈകിട്ടും കുടിക്കുകയാണെങ്കിൽ ശരിക്കും സ്കിന്നിന് ഗ്ലോ വരും. ശരിക്കും ചായക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. അതുപോലെ ഇതിലെന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റ് ആണ്. അതിനൊരു അരമണിക്കൂറിനകത്ത് 40-45 അളവ് കൂടി വരും, അത് കിട്ടും നമുക്ക്. ഇത് ഗ്രീൻ ടീക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പൊ ആന്റി ഓക്സിഡന്റ് നമുക്ക് അത്യാവശ്യം. ഞാൻ പറഞ്ഞ ഇപ്പൊ വെള്ളം കുടിക്കുന്നതിന്റെ ആ ഒരു ഇതില് 1-2 ബോട്ടിൽ നമ്മളിങ്ങനെ ഗ്രീൻ ടീ ഉണ്ടാക്കി കുടിച്ചാൽ സ്കിന്നിന് വളരെ നല്ലതാണ്. അതുപോലെ വെയിറ്റും അധികം വെക്കില്ല. ശരിയാണ്. അപ്പം നല്ല. പിന്നെ നമുക്ക് ഇതെല്ലാം ഒരു പ്രശ്നം എന്ന് പറയുന്നത്, തേയില ഒരുപാട് കുടിക്കരുതെന്ന് ഇപ്പം പറയുന്നുണ്ടെന്ന് വെച്ചാൽ, കാരണം അതിലെല്ലാം ഈ മരുന്നടിച്ച് വരുന്നതിൻ്റെ ഒരു അത് പ്രശ്നം വരുന്നത്. പക്ഷേ എന്നാലും ഒരളവ് വരെ നമുക്കിതൊരു ആവശ്യമാണ്. കാരണം ഇപ്പൊ ടീ ഒക്കെ ഇപ്പൊ നല്ല കമ്പനിയുടെ ഒക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അവർ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ കഴിഞ്ഞല്ലേ വരുന്നത്. ലൂസായിട്ടൊക്കെ വാങ്ങിക്കുമ്പോഴായിരിക്കാം നമുക്കൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരു നല്ല കമ്പനിയുടെ ക്വാളിറ്റി കൺട്രോൾ ഒക്കെ ചെക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ആകുമ്പോൾ നമുക്ക് വലിയ പേടിക്കണ്ട. അപ്പൊ അങ്ങനെ രാവിലെ ഈ പാലൊഴിച്ച് കുടിക്കുന്നതിനേക്കാളും നല്ലതാണ് പാലായിട്ട് കുടിക്കുക. പാല് നമുക്ക് ആവശ്യമാണ്, അതിന് പാലായിട്ട് കുടിക്കുക. ബ്ലാക്ക് ടീ കുടിക്കുക. അത് ഒത്തിരി അങ്ങനെ കടുപ്പത്തിൽ വേണ്ട, വളരെ ലൈറ്റായിട്ട്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോൾ നമുക്ക് ചില സ്ഥലത്ത് നമ്മൾ കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഹെവിയാകും. അപ്പോൾ ഈ ചിക്കനൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ഈ ഹെവി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അതിനെ ഒന്ന് ആ ഹെവിനെസ് കുറയ്ക്കും, പെട്ടെന്ന് ഡയറ്റ് ഇത് നടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഒരു നല്ലൊരു ഫീൽ കിട്ടും. തീർച്ചയായിട്ടും. കാരണം സാധാരണ ഇപ്പം നല്ല ഹെവി ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ഈ ഗ്രീൻ ടീ വളരെ ഹെവി ആയിട്ടുള്ള ഫുഡിന്റെ കൂടെ നമ്മൾ ഗ്രീൻ ടീ കഴിക്കുന്ന ഇതാണ് ഒരു നല്ലൊരു ഹെവിനെസ് അങ്ങ് മാറും. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നടക്കാനും ഒക്കെ. അതൊക്കെ നമുക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ അതൊന്ന് ഓക്കെ ആക്കാം. ഇപ്പം ഈ സ്കിൻ പ്രോബ്ലംസ് തന്നെ ഇപ്പം പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് ആണ് കാണുന്നത്. ഇപ്പം പണ്ടൊക്കെ ഒരു ഏജ് വരുമ്പോഴത്തേക്ക് വരുന്ന പല ഇതും ഇപ്പം നേരത്തെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു പൊതുവായിട്ട് ഇത് പറയുകയാണെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്? ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ ഈ പിഗ്മെന്റേഷൻ തന്നെയാണ്. പിന്നെ പിമ്പിൾസ് ആണ് അതാണ് കണ്ടുവരുന്നത്. ഇപ്പം തൈറോയ്ഡ് എന്ന് പറയുന്നൊരു ഈ കാര്യം എല്ലാ കുട്ടികളുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഈ തൈറോയ്ഡ് വരുന്ന ഈ ഹോർമോൺ പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടെ തന്നെയാണ്. ശരി. അപ്പോൾ അതാണ് ഇപ്പം മെയിൻ ശരിക്കും കാണുന്നത് പിമ്പിൾസ് ആണ്. അത് കഴിഞ്ഞിട്ട് ശരിക്കും പിഗ്മെന്റേഷൻ. എനിക്കൊന്ന് ചുളിവുകളൊക്കെ അതിലും പിന്നെയും കുറഞ്ഞാണ് വരുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഈ പാർലറിലൊക്കെ അങ്ങ് പോയി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അതങ്ങ് നല്ലതായിട്ട് വരാത്തത്. അത് ശ്രദ്ധിക്കാത്തവർക്ക് ഇതെല്ലാം വരും. പിമ്പിൾ ആദ്യമായിട്ട് ചില കുട്ടികൾക്കൊക്കെ ഇപ്പൊ ഈ ഒരു 12-13 വയസ്സാകുമ്പോഴത്തേക്കും ആ ടൈമിലാണല്ലോ ഈ പിമ്പിൾസ് വരുന്നത്. ആദ്യമായിട്ട് പിമ്പിൾസ് വരുമ്പോൾ തന്നെ അവർ എന്ത് കെയർ ആണ് എടുക്കുന്നത്? അവരാദ്യം എന്ന് വെച്ചാൽ 13 വയസ്സെന്ന് പറയുമ്പോൾ ആ ഒരു ഏജ് നമ്മളെ ഹോർമോൺ ചേഞ്ച് മാറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പം കുട്ടികളെ നമുക്ക് നിർബന്ധിക്കാൻ ഒക്കില്ല ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. നമുക്കിത് ആ സമയത്ത് നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാം, അപ്ലൈ പോലും ചെയ്യേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ ആ സമയത്ത് അവരുടെ ഓൾറെഡി നല്ല സ്കിന്നാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് അതിനൊരു ആ ഒരു രീതിയായിപ്പോവും. അപ്പം അതിനെന്താ മാർഗം എന്ന് വെച്ചാൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഭക്ഷണത്തിൽ എല്ലാ പ്രോട്ടീനും ഉൾപ്പെടുത്തി കൊടുക്കുക. വെള്ളം നിറയെ നിർബന്ധമായിട്ട് നമ്മൾ എടുത്ത് കുടിപ്പിക്കുക. ഇത് നോക്കിയാൽ മാത്രമേ, അതല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഇരുന്ന് കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ ഹോർമോൺ ചേഞ്ച് പിന്നെയും വരുമ്പോൾ ചിലപ്പോൾ ഓയിലി ബേസ് ആണെങ്കിൽ കുരു കൂടി പിന്നെ ഞാൻ വളരെ കുട്ടികളുടെ മുഖം കാണുമ്പോൾ വളരെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ഈ മുഖക്കുരു കാരണം അവർക്ക് വല്ലാത്തൊരു ഈ സ്കിന്നിന്റെ കുഴിയൊക്കെ വീണ്, മനസ്സിലായില്ലേ? അതെന്ന് വെച്ചാൽ പഠിക്കുന്ന സമയത്ത് ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കും. അപ്പൊ എന്താ വെച്ചാൽ അത് അവരറിയാതെ ചെയ്യുന്നതാണ്. ഒരിക്കലും നമ്മൾ നഖം കൊണ്ട് അതൊരു പെർമനന്റ് മാർക്കുമാവും. അത് നല്ലോണം കുഴി വീണ പിന്നെ അത് ഒന്ന് കവർ ചെയ്യാൻ വലിയ പാടാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. കുട്ടികൾ പഠിക്കുന്ന സമയത്ത് ഈ ഹാബിറ്റ് പലതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന ശ്രദ്ധ കിട്ടാതെ ചിലർക്ക് മുടി ഇങ്ങനെ
പൊട്ടിക്കുന്ന ഒരു ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഹാബിറ്റ് ഉള്ളൊരു അമ്മമാർ തന്നെ ശ്രദ്ധിച്ച് അതിനെ ചെറുപ്പത്തിൽ തന്നെ അതെല്ലാം മാറ്റണം. കാരണം കുഴി വീണ വലിയ പാടാണ്. നഖം കൊണ്ടുള്ള കുഴി ഒരിക്കലും അടയില്ല. ഇപ്പോൾ നമ്മൾ സ്കിന്നിൻ്റെ ഇത് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ഇപ്പോൾ പറഞ്ഞു ഡാൻഡ്രഫിൻ്റെ കാര്യം, അതുപോലെ മുടി പൊഴിച്ചൽ, ഈ ഡാൻഡ്രഫ് കൊണ്ടും നമ്മുടെ മുഖത്ത് പ്രശ്നങ്ങളുണ്ടാവില്ല? കുരു വരും. ഡാൻഡ്രഫ് കൊണ്ടും കുരു വരും, ഓയിലി ഇതുകൊണ്ടും വരും, ഹോർമോൺ ചേഞ്ച് കൊണ്ടും വരും. അപ്പം നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് അതല്ല എന്നുണ്ടെങ്കിൽ ഈ 13-14 വയസ്സുള്ള കുട്ടി ഏതെങ്കിലും നല്ല ഒരു ബ്യൂട്ടീഷ്യനെ പോയി കണ്ട് അവരുടേതായ രീതിയിൽ ഡയറ്റും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെ തന്നെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. അതല്ല ഈ കുഞ്ഞുങ്ങൾ എന്താ പറയുക, ഈ അഡ്വർടൈസ്മെന്റ് എല്ലാം കണ്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീണ്ടും അതിനെ ഒരുപാട് പ്രശ്നങ്ങളാവും. ഇതൊന്നും നമുക്ക് വേണ്ട. ഈ പ്രായത്തിൽ നമുക്ക് ഇതൊന്നും അതിൻ്റെ ആവശ്യമില്ല. 18-20 വയസ്സ് വരെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ള സമയത്ത് ഇപ്പോൾ ഒരു കല്യാണം വരുമ്പോൾ നമ്മൾ അതിന് ശ്രദ്ധിക്കണം. ശരി, അത് കുറഞ്ഞു അതിനുള്ള സമയം നമുക്ക് അപ്പം കിട്ടും. അപ്പോൾ അതിനു മുമ്പ് ഇപ്പോൾ ചാടി കയറി ഒന്നും ചേരും. നമ്മൾ ഭക്ഷണം മാത്രം വെള്ളം നിറയെ കുടിക്കുക. നമുക്കൊരു കോളുണ്ട്. ഹലോ, വെൽക്കം ടു ദി പ്രോഗ്രാം. ആരാണ്? സോഫിയ വട്ടത്തുനിന്ന് വിളിക്കാണ്. ചോദിച്ചോളൂ സോഫിയ. പറഞ്ഞു. എന്റെ മകളുടെ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. അത് എന്റെ മകൾക്ക് വയസ്സ് 23 പക്ഷെ കുഞ്ഞു മുഖത്ത് മൊത്തം കറുത്ത അടയാളം വീഴുന്നുണ്ട്. കറുത്ത അതേ വെയില് മോളെ ഒരുപാട് വെയില് കൊണ്ട് ഇപ്പൊ പഠിക്കുകയാണോ മോള്? ഈ ടെക്നോ പാർക്കിൽ ജോലിയാണ്. കറുത്ത കുത്ത ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട് ആയിട്ടാണ് വരുന്നത് അല്ലേ? അതാ ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം. അത് മാറ്റാന് കറ്റാർവാഴ ഞാൻ പറഞ്ഞു കേട്ട് കാണുമോന്ന് അറിഞ്ഞൂടാ. കേട്ടായിരുന്നോ? അത് കറ്റാർവാഴ അപ്ലൈ ഇല്ല അല്ലേ? അത് കറ്റാർവാഴ അലോവേരയുടെ ജെല്ല് റെഗുലർ ആയിട്ട് അങ്ങ് ഇടിച്ചാൽ മതി, അങ്ങ് മാറിക്കോളും. വെള്ളം നിറയെ കുടിക്കാൻ പറയണം കേട്ടോ. ഉണ്ട്. എന്നിട്ട് ബ്ലാക്ക് വീണ്ടും വന്നിട്ട് പോകുന്നുണ്ടോ ബ്ലാക്ക് സ്പോട്ട്? അപ്പൊ അത് നേരത്തെ പിമ്പിൾസ് വല്ലതും വന്നതാണോ? പിമ്പിൾസ് വന്നിട്ടില്ല. അത് ചിലപ്പോ ചില സമയത്ത് കൂടുതൽ വെയിൽ വരുമ്പോൾ കൊള്ളുമ്പോഴത്തേക്കും അതാ ടാൻ കൊണ്ടുണ്ടാകുന്നതാണ്. അത് മാറിക്കോളും. റെഗുലർ ആയിട്ട് അങ്ങ് കറ്റാർവാഴയുടെ ജെല്ല് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ അത് വീട്ടിൽ വരുമ്പോഴേ 15 മിനിറ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയാൻ പറഞ്ഞാൽ മതി. ഓയിലി ആണോ സ്കിന്ന്? ഞാൻ ഇതിനു മുമ്പ് ഞാൻ വേറെ പ്രോഗ്രാമിൽ ഞാൻ വിളിച്ചിട്ടുണ്ട് പുള്ളി. എനിക്ക് ഒരുപാട് ഈ മുടി ഇട്ട് എനിക്ക് ഒത്തിരി ഡൗട്ടുള്ള ഞാൻ സൂര്യ TV വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചോദിച്ചു. എല്ലാം നല്ലതായിരുന്നു എനിക്ക് ചെയ്തിട്ടുള്ളേക്കാം. അതല്ലേ, താങ്ക് യു. അപ്പൊ ഇത് കളർ കൊടുക്കുന്നതെല്ലാം ഞാൻ ഐഡിയകളൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് സംശയങ്ങൾ തീർത്തു തരാറുണ്ട്. എങ്ങനെയൊക്കെ ചിലപ്പോൾ കുറെ കാലം കൊണ്ട് ഞങ്ങൾ തന്നെ വിളിക്കാറില്ല. അതെ, ഏതായാലും ഇപ്പൊ പറഞ്ഞ പോലെ ചെയ്യുക സോഫിയ. സോഫിയ വട്ടത്തുനിന്ന് ഞാൻ വിളിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ സ്ഥിരം വിളിക്കാറുണ്ടായിരുന്നു. ശരി, അപ്പൊ ഇപ്പൊ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക കേട്ടോ സോഫിയ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെയാണ്. അതായത് അധികം കെയർ ഈ കുട്ടികൾ അമ്മമാർക്കാണ് ഇപ്പൊ ടെൻഷൻ. അതെ, കാരണം കുട്ടികളുടെ മുഖത്ത് വെയിൽ കൊണ്ട് വരുന്നതാണ് ഈ ബ്ലാക്ക് സ്പോട്ട്. അത് മാറുന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ അലോവേരയുടെ ജെൽ ഇടുമ്പോൾ തന്നെ അങ്ങ് മാറിക്കോളും. അലോവേരയുടെ ജെൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള അലോവേരയുടെ ജെൽ എടുക്കണം. പാലും ഒക്കെ ചേർത്ത് സ്കിന്നിന്റെ ഇത് നോക്കിയിട്ട് അപ്ലൈ ചെയ്ത് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് വാഷ് ചെയ്ത് കളയുക അല്ലേ? ഞാനും അത് പഠിക്കുകയാണ്. എങ്ങനെ ഇവിടെ നിന്നുള്ള ടിപ്സ് പഠിച്ച് ഇനി പലരും ചോദിക്കും. കാരണം എങ്ങനെയാണിത് പ്രോഗ്രാം കണ്ടിട്ടും ഒക്കെ എല്ലാവരും ചോദിക്കും. അപ്പൊ എങ്ങനെയാണെന്നുള്ള ടിപ്പ് ഞാനും മനസ്സിലാക്കി വെക്കണമല്ലോ. അപ്പം അടുത്ത അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ മുടിയുന്ന ഈ ഡാൻഡ്രഫിന്റെ കാര്യം പറഞ്ഞു. ഡാൻഡ്രഫ് ശരിക്കും ഡാൻഡ്രഫിന് കംപ്ലീറ്റ് ക്യൂർ ഇല്ല. അപ്പം നമ്മൾ അതുകൊണ്ട് അത് ഈ വൃത്തികേടുകൾ കൊണ്ട് നമുക്കുണ്ടാകുന്നതാണ്. പൊടി കൂടുതലടിച്ചും പിന്നെ ടെൻഷൻ അങ്ങനെ ഒരു ഭാഗമുണ്ട്. ഒരുപാട് വർക്കിൽ ജോലിയിൽ ടെൻഷൻ ഉള്ളവർക്ക് ഈ പെട്ടെന്ന് ഡാൻഡ്രഫ് വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് കംപ്ലീറ്റ് ക്യൂർ ഇല്ലെങ്കിലും നമ്മൾ ആഴ്ച തോറും ഇത് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ മാത്രമേ ഇത് ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ശരി, അപ്പൊ കറ്റാർവാഴയുടെ ജ്യൂസ് എടുത്ത് നല്ലോണം തേക്കുക. കുറച്ച് വേണമെങ്കിൽ കുറച്ചൊരു കുരുമുളക് പൊടി, ഈ കറ്റാർവാഴയ്ക്കകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയുടെ ഇത്തിരി ഡാൻഡ്രഫ് ചൊറിച്ചിലുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞ് മസാജ് ചെയ്ത് അത് മാറി. മസാജ് ചെയ്ത് ഒരു 15 മിനിറ്റ് 15-20 മിനിറ്റ് അത്രയും മതി. പിന്നെ എന്താ പറയുക, നിങ്ങൾ പറയുമ്പോൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ടവൽസ് നമ്മൾ പറയും കുട്ടികളുടെ അടുത്ത് ടവല് ദിവസം മാറ്റണം. നമ്മുടെ കോമ്പ് എപ്പോഴും കഴുകി വൃത്തിയാക്കി വെക്കണം. 2 നേരം പേഴ്സണൽ ഹൈജീൻ. അത് തന്നെ, അത് നമ്മൾ വളർത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ ഹെയർ ആയാലും സ്കിൻ ആയാലും എല്ലാം നന്നായിട്ടിരിക്കുള്ളൂ. അത് ടവല് ദിവസവും കഴുകണം, വാഷ് ചെയ്യാനിടണം. അതെന്ന് വെച്ചാല് അത് എന്നും നമ്മൾ ഈ പൊടി കഴിഞ്ഞ് വന്ന് തുടയ്ക്കും, എല്ലാം കഴിഞ്ഞ് വരുന്നില്ല, ആ ടവല് വിരിച്ചിടും. അതെ, അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കും. എല്ലാം കൂടെ ചേർന്നാലേ എല്ലാം നമുക്ക് ഇതിനൊക്കെ സമയമൊന്നും ഇല്ലെന്ന് പറയുന്നത് അത് മടിയാണ് എല്ലാവരുടെയും
ബേസിക് പ്രോബ്ലം അല്ലേ? ആ മടി നിങ്ങൾ മാറ്റുക, ഈ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാർലർ പോലും ആശ്രയിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് സുന്ദരമായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് ഇപ്പം പറഞ്ഞു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിപ്സും അല്ല, ആക്ച്വലി ഒരു ട്രീറ്റ്മെന്റ് പോലെയാണ് എല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. എങ്ങനെ ഇരിക്കണം, അത് മാത്രമല്ല നമ്മുടെ ഒരു ഹാബിറ്റാണ് അല്ലേ. ഈ ആഹാരം കഴിക്കുക, എക്സസൈസിനെ പറ്റി വളരെ കാര്യമായിട്ട് പറഞ്ഞു. കാരണം എക്സസൈസ് ഒരു മസ്റ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മുടെ ഒരു പാർട്ട് ഓഫ് ദ ലൈഫ് ആക്കണം. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ എല്ലാ ഗ്ലോയും എന്താ പറയുക, സ്കിന്നിൻ്റെ ഈ വെറുതെ ഒരു സൗന്ദര്യം മാത്രമല്ല, നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഇൻറ്റഗ്രൽ പാർട്ടാണ് നമ്മുടെ എല്ലാ അവയവം പോലെ തന്നെ. നമ്മൾ ഹാർട്ടിനെ പറ്റി ലങ്സിനെ പറ്റി ഒക്കെ നമ്മൾ ആലോചിക്കും, പക്ഷേ സ്കിന്നിനാണ് ഏറ്റവും ലാസ്റ്റായിട്ടൊരു കെയർ കൊടുക്കുന്നത്. സമയത്തിന് ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷാലൊരു ദിവസം ഉണ്ടെങ്കിൽ അപ്പോഴാണ് സ്കിന്നിനെ കുറിച്ച് ചിന്തിക്കുന്നത് തന്നെ. പണ്ടൊക്കെ അങ്ങനെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ എണ്ണ തേച്ച് കുളി, അത് തന്നെ. അപ്പൊ അതുപോലെ ഇത്രയും നമ്മൾ പുറത്തു പോയി കറങ്ങി നടക്കുന്ന ഒരു പരിപാടി ഇല്ല അല്ലേ. അതുപോലെ ഇത്രയും ചൂടില്ല. കാരണം മരങ്ങളൊക്കെ ഒരുപാടുണ്ട്, നമുക്ക് അത്രയും നമുക്ക് ടാൻ ആകുന്നില്ല. ഇപ്പം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളും എല്ലാം ഇങ്ങനെ കൂടി വന്ന് നമുക്ക് മരങ്ങളില്ല, ഒന്നുമില്ല, ഒരു വെയിൽ ഒന്നുമില്ല. അപ്പൊ അതിൻ്റെ അടുത്ത് പണ്ടുള്ളവർ പുറത്ത് ജോലിക്ക് പോകുന്നത് വളരെ കുറച്ചുള്ള ആൾക്കാരാണ്. എണ്ണ തേച്ച് തലമുടി ഒലച്ച് കഴുകി, അതിന്റെ ഒരു ഗുണം ശരിക്കും ഇനി നമുക്കിനി അങ്ങോട്ട് ഇത് ഒട്ടും തീരെ പ്രതീക്ഷിക്കാൻ പോലും പറ്റാത്ത. അപ്പം നമ്മൾ അതുകൊണ്ട് എന്താ വേണം, നമുക്ക് കിട്ടാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് നമ്മൾ അതിന് വേണ്ടി ശ്രദ്ധിച്ചാൽ നമുക്ക് പഴയ ആൾക്കാരെ പോലെ തന്നെ സൗന്ദര്യവും മുടിയും എല്ലാം കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നമ്മുടെ സ്കിൻ കെയർ പറയുമ്പോൾ ഇപ്പം ആയുർവേദിക് ഓയിൽസിനെ കുറിച്ച് ഇതുണ്ട്. ആയുർവേദിക് ഓയിൽസ് ഇപ്പം പലതും കിട്ടും മാർക്കറ്റിൽ. നമ്മുടെ ഇപ്പോൾ അവിടെ പോയി ഒരു ഡോക്ടറിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കണ്ടോ നമ്മൾ ഓയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഓയിൽ ആപ്ലിക്കേഷനും വളരെ നല്ലതല്ലേ? ഇനിയിപ്പോൾ അതൊന്നും അല്ല ചെയ്യുന്നെങ്കിൽ ഏതാണ് നല്ലത്? ശരിക്കും ഓയിൽ അത് നല്ലതാണ്, പക്ഷെ നമ്മളത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം. എണ്ണ തേച്ച് കുളി, ഇപ്പം ചിലവരുണ്ട് കർക്കിടകത്തിൽ എണ്ണ തേച്ച്, അത് ശരിക്കും സുഖമായിട്ട് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കർക്കിടകത്തിൽ മാത്രമല്ല, മാസത്തിൽ ഒരു 3 ദിവസം എണ്ണ തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. അതെ, അതിന് ഇന്ന എണ്ണ അത് ഓരോരുത്തർക്ക് ചേരുന്ന ഷോപ്പിൽ ചെന്ന് പറഞ്ഞ് അവർ തരും. നമുക്ക് ഡ്രൈ സ്കിൻ, നമുക്ക് നമ്മുടെ സ്കിൻ എങ്ങനത്തെയാണെന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പം അതനുസരിച്ച് ഓയിലി സ്കിന്നുകാർ ഒരുപാട് പിമ്പിൾസ് ഒക്കെ വരുന്നതാണ്, ഫേസിലോട്ട് അധികം അപ്ലൈ ചെയ്യണ്ട. പിന്നെ ചില കുട്ടികൾക്കുണ്ട് ബോഡിയിലും പിന്നെ ഈ ഒരു പിമ്പിൾസ് വരുന്നവരുണ്ട്, ബാക്കൊക്കെ നന്നായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു എണ്ണ അധികം, അങ്ങനെയുള്ളവർ ഈ ശരിക്കും ബോഡി സ്പായൊക്കെ ഉണ്ട് ഇപ്പം. ശരിക്കും ഒരു പാർലറിൽ ബോഡി സ്പാ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മളൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ക്ലെൻസ് ചെയ്യും. ക്ലെൻസ് ചെയ്യുന്ന പറയുന്ന എല്ലാം ഈ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ. അതിന് സ്ക്രബ് ഉപയോഗിക്കും. സ്ക്രബ് എന്താ ഉപയോഗിക്കുന്നത്? അരിപ്പൊടി, ഉപ്പ്, ഇങ്ങനെ കുറച്ച് പിന്നെ ഓട്സിന്റെ പൊടി, ഇതെല്ലാം കൂടെ ചേർന്നാണ് ബോഡി മുഴുവൻ സ്ക്രബ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലുകൾ മസാജ് ചെയ്യുന്നത്. ഓയിൽ മസാജ്, എസെൻഷ്യൽ ഓയിൽ എന്ന് പറഞ്ഞാൽ ഈ ബദാം ഓയിൽ പോലുള്ള സാധനങ്ങൾ വെച്ചൊന്ന് മസാജ് ചെയ്തിട്ട്, കാരണം ചിലവർക്ക് ഡ്രൈ ആണെങ്കിൽ ആ ഓയിൽ മസാജ് കിട്ടുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഫ്രൂട്ട്സിന്റെ ഒക്കെ പാക്സ്, അത് പാക്കല്ല, അത് വെച്ച് മസാജ് ചെയ്യും. മസാജ് ചെയ്തിട്ട് നമ്മൾ ശരിക്കും ടൈറ്റ് ചെയ്ത് നമ്മൾ ഇത് ഈ ഒരു ഷീറ്റ് പോലെയുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഇതിൽ പൊതിയാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, നമ്മൾ ഫുഡൊക്കെ പൊതിയാൻ ക്ലിംഗ് ഫിലിം, അതെടുത്ത് നന്നായിട്ടായിരിക്കും നമുക്ക് അത് നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ പിടിക്കും, നമുക്ക് നല്ല ഗ്ലോ വരും. അത് കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു പാക്കും കൂടെ ഇടുവാണെങ്കിൽ ശരിക്കും ഒരു മാസം ഒരു ബ്രൈഡൊക്കെ നല്ല ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാം. ഇതിപ്പോൾ ഒരു സ്ഥലത്ത് പോയി ചെയ്യണമെന്നില്ല, പിന്നെ വേറെ സ്ഥലത്ത് പോയി ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മസാജിങ് കിട്ടും. നമുക്ക് അത്രയും പ്രഷറോ മസാജിങ്ങോ ഒന്നും പ്രോപ്പറായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ. അത് ഞാൻ പറഞ്ഞില്ലേ റോസ് പാക്ക് ഇടുന്നെന്ന് പറയുന്നത്, അതേപോലെയുള്ള എഫക്റ്റാണ്. നല്ല സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു ദിവസം എണ്ണ തേച്ച് ഇതുപോലെയൊക്കെ ചെയ്യുക. വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ പാർലറിൽ പോയി ഇത്ര കുറച്ച് എക്സ്പെൻസീവ്, അപ്പോൾ അത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്തവർക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഇത് ചെയ്യാം. ആദ്യം ക്ലെൻസ് ചെയ്യുന്നത് പാല്, ഇതൊക്കെ ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം. പാല്, ആപ്പിളിന്റെ കാമ്പില്ലേ, അത് അടിച്ചെടുത്ത നല്ല ക്ലെൻസറാണ്. അപ്പോൾ അതെടുത്ത് അടിച്ച് അത് വേണമെങ്കിൽ ക്ലെൻസ് ചെയ്യാം. എന്താ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ അതിന് സ്ക്രബ്, അരിപ്പൊടി ഇല്ലാത്ത വീടില്ല, എല്ലാ സ്ഥലത്തും അരിപ്പൊടിയും പാലും കൂടെ മിക്സ് ചെയ്ത് അത് വെച്ച് സ്ക്രബ് ചെയ്യാം. ഏതെങ്കിലും ഓയിൽ എന്ന് വെച്ചാൽ ബദാം ഓയിൽ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ അവിടെ എന്താ നല്ലെണ്ണ ആയാലും മതി, അത് വെച്ച് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ഒരുപാട് അടിച്ച് എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഉള്ള ഫ്രൂട്ട്സ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് വെച്ച് ബോഡി മുഴുവൻ മസാജ് ചെയ്യും എന്ന് പറഞ്ഞാൽ വേണം. കാരണം നമുക്ക് മുഖം മാത്രമല്ല, ശരീരം മൊത്തം ഫുൾ ബോഡിയാണ് നോക്കേണ്ടത്. അത് വെച്ചൊന്ന് മസാജ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതൊന്നിപ്പം ഇത് വെച്ച് പൊതിഞ്ഞോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും
ജസ്റ്റ് ഒന്ന് ടവൽ ആവി ഒന്ന് സ്റ്റീം കൊടുത്തിട്ട് ഒരു പാക്ക് ഇട്ടാലും മതി മതി. അതെ. എന്നിട്ട് പാക്ക് തന്നെ നമ്മുടെ ഇതുപോലെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ കുറച്ച് പൂക്കടയോ അതൊക്കെ വേണമെങ്കിൽ ഫ്ലവേഴ്സ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതെ. ഇതൊക്കെ പുറകെ ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം കുളിച്ച് നമുക്ക് ശരിക്കും നമുക്ക് പറയുമ്പോൾ തന്നെ അതിന്റെ ആ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അതിനകത്ത് കുറച്ച് ഓയില് ഫ്ലവേഴ്സ് ഒക്കെ ഇട്ട് തിളപ്പിച്ചിട്ടിട്ട് അത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുളിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരുപാട് ചൂടും ഈ വേർപ്പും ഒക്കെ ഇരിക്കുന്ന ഒരു കൂളിംഗ് നമുക്ക് ബോഡിക്ക് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം പലരും വെച്ച് കഴിഞ്ഞാൽ മുഖവും ഒക്കെ കൈയും ഒക്കെ ശ്രദ്ധിക്കുമ്പോൾ കാല് ശ്രദ്ധിക്കില്ല. ഈ പറയുന്ന ഇങ്ങനത്തെ ഒരു ഫുൾ ബോഡി ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ കാല് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫേസ് പോലെ തന്നെ കാലിന്റെ വൃത്തി, നമ്മൾ ഒരു മനുഷ്യരെ വൃത്തി നമുക്ക് എങ്ങനെ അളക്കുന്നത് നമ്മുടെ കാലുകൾ കണ്ടിട്ടാണ്. അപ്പൊ കാല് നമ്മൾ ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത്. അത് തന്നെ അത് ഫേസിനേക്കാൾ കൂടുതൽ കാല് വൃത്തിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പല അസുഖങ്ങളിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഡയബറ്റിക് പോലുള്ള പേഷ്യൻസ് ഒരുപാട് കാല് ശ്രദ്ധിക്കേണ്ടതാണ്. അതെ. അപ്പോൾ ഇപ്പം പറഞ്ഞു വന്നതിൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു സ്കിൻ കെയർ അത് എല്ലാ കാലത്തിലേക്കും വേണ്ടിയിട്ടാണ് ഗംഗ പറഞ്ഞു തന്നത്. കാരണം ഒരു സീസണിൽ മാത്രം ചെയ്താൽ പറ്റില്ലല്ലോ. നമ്മൾ കർക്കിടകത്തിൽ മാത്രം ഒരു എണ്ണ തേച്ച് കുളി അങ്ങനെയല്ല. അപ്പോൾ ഫുൾ ഒരു ഡേ എങ്ങനെ നമ്മുടെ ആഹാരം, നമ്മുടെ വെള്ളം കൺസംഷൻ ഇതൊക്കെ ചേർന്നിട്ട് പല കാര്യങ്ങൾ ഫാക്ടേഴ്സ് ചേരുമ്പോഴാണ് ശരിക്കും പറയുന്നത് നമ്മുടെ ഒരു ഹെൽത്തി സ്കിൻ. അകത്ത് കഴിക്കുന്ന ഭക്ഷണം വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കുക, ആലോചിച്ച് ശ്രദ്ധിച്ച്. അതായത് നമ്മുടെ ഹെൽത്തി ആയിരിക്കുന്ന ഒരാളെ കണ്ടാൽ അവർ സ്കിന്ന് ഗ്ലോ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിൽ ഭംഗി എന്നല്ല പറയുന്നത്, ഇപ്പം നമ്മുടെ സൗന്ദര്യം മാത്രമല്ല, ഒരാളെ കാണുമ്പോൾ ഗ്ലോ ചെയ്യുന്ന ഒരാൾ, അതായത് നല്ല ശ്രദ്ധയുള്ള ആഹാരം അവരവരുടെ ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളെ തീർച്ചയായിട്ടും അവരുടെ സ്കിന്ന് തീർച്ചയായിട്ടും ഗ്ലോ ചെയ്യും അല്ലേ. അപ്പോൾ ഗംഗ പറഞ്ഞു തന്ന ടിപ്സ് ഞാനും കുറച്ച് പഠിച്ചു. ഇവരെല്ലാവരും പഠിച്ചു കാണും. പഠിച്ചാൽ മാത്രം പോരാ, അതാണ്. കാരണം ഈ എല്ലാവരും കേൾക്കും, എല്ലാം കേട്ടിട്ട് ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. അത് കേട്ടിട്ട് പിന്നെ ആരും അത് പ്രയോഗിക്കില്ല. അത് തന്നെ, അതാണ് ഈ പാർലറുകാരെല്ലാം ഇങ്ങനെ വളർന്നു. അപ്പോൾ ഏതായാലും ഈ പറഞ്ഞു തന്ന ടിപ്സ് ഉപയോഗിക്കുക. എന്നിട്ട് ടേക്ക് കെയർ. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ബൈ.